بسم الله الرحمن الرحيم كل نفس ذائقة الموت ولو يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم العلم حياة الإسلام العلماء ورثة الأنبياء ആദരണീയരായ സയ്യിദന്മാർ, ആളമണ്ട് ഉസ്താദ്, അശ്അരി ഉസ്താദ്, അതുപോലെ വേദിയിലുള്ള ജമിയത്തുൽ ഉലമാ സംഘടനയുള്ള എല്ലാ ഉസ്താദന്മാരും, അതുപോലെ ഈ സദസ്സിലുള്ള എൻ്റെ ബാപ്പാൻ്റെ മുഹിബ്ബീങ്ങളായ മുഴുവൻ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സുദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നതല്ല, പകരം എൻ്റെ ബാപ്പാൻ്റെ അങ്ങേറ്റം വലിയൊരു മുഹിബ്ബായ ബ്രൈറ്റ് ഇബ്രാഹിം പരിപാടി ഇങ്ങനെ ഉണ്ട് ക്ഷണിച്ചപ്പോൾ ബാപ്പാൻ്റെതല്ലേ എന്ന് കരുതി മാത്രം അവിടുത്തെ ബർക്കത്ത് നമുക്കും കിട്ടണമല്ലോ, ആ മദത് കിട്ടണമല്ലോ എന്ന് ഉദ്ദേശിച്ച് മാത്രം വന്നതാണ് ഇവിടെ. അങ്ങനെ എത്തിയപ്പോൾ ഈ സംഘാടകർ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ് തങ്ങൾ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞതും മാത്രമാണ് ഇവിടെ ഇത്രയും നിന്നതും. മാത്രമല്ല ബാപ്പാൻ്റെതും ഉപ്പാപ്പാൻ്റെയും ഒക്കെ ആ മദ്ഹുകൾ അത് കേൾക്കൽ, നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നുവോ അതിൽപ്പെട്ട ഒന്നാണല്ലോ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് നേരത്തെ വന്നതും ആ കേട്ടതും. അങ്ങനെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തിത്വത്തെ നിർബന്ധമായി പറയേണ്ടതുണ്ട്. ഒന്ന് എൻ്റെ ഉപ്പാപ്പയും നിങ്ങളെയും കർണാടകക്കാരുടെയും കേരളക്കാർ മാത്രമല്ല ലോകത്ത് തന്നെ അക്കാലഘട്ടത്തിലുള്ള എല്ലാ ഉലമാക്കളുടെയും നേതാവായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളവറുകളെയും പിന്നൊന്ന് അവിടുത്തെ മകനായ എൻ്റെ ബാപ്പയായ സയ്യിദ് ഫളൽ ഖോയം ഇബ്ൻ അബ്ദുറഹ്മാൻ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ തങ്ങളവറുകളെയും പ്രതിപാദിക്കൽ നിർബന്ധമായിട്ടുണ്ട്. ആരാണ് താജുൽ ഉലമാ? അതേ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരി എന്ന് ഒരു കാലത്ത് അറിയപ്പെടുന്നു. പിന്നെ ഒരു കാലത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു കാലത്ത് ഉള്ളാളന്തങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു കാലത്ത് അതേ ഉലമാഇന്റെ താജുൽ ഉലമാ, ഉലമാഇന്റെ കിരീടം എന്ന് വെക്കപ്പെട്ട ലഖബലമ കൊണ്ട് അറിയപ്പെടുന്നു. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അതേ ഉലമാഇനാണോ കിരീടം വെച്ചത്, ആലിമിനാണോ ആ സയ്യിദിനാണോ കിരീടം വെച്ചത്, അല്ലെങ്കിൽ ഇൽമാ ആ കിരീടം മൊത്തം ആ വ്യക്തിത്വത്തിന് വെക്കപ്പെട്ടിട്ടുണ്ടോ, അതാണോ വെച്ചത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അതെ, ഈ 4 പേര് ഇവിടെ 3 പേര് പറയപ്പെട്ടു. ലാസ്റ്റ് അതാ ആ വ്യക്തിയെ അറിയപ്പെടുകയാണ് താജുൽ ഉലമാ. ആര് വെച്ചു, ആര് വെക്കപ്പെട്ടു, എന്തിന് വെച്ചു, എന്തുകൊണ്ട് ആ പേര് വെക്കപ്പെട്ടു, ആ വ്യക്തിക്ക് എന്ത് കിട്ടി, അതല്ല സമൂഹത്തിന് എന്ത് കിട്ടി, അതല്ല ആ വ്യക്തി എവിടെയൊക്കെ ദീൻ പറയുന്നോ ആ സമയത്ത് എന്ത് കിട്ടി എന്ന് ഞാനും നിങ്ങളും ചെറുങ്ങനൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. ആരാണ് താജുൽ ഉലമാ? അതെ, നേരത്തെ അശ്അരി ഉസ്താദ് ഉമ്മാന്റെ എല്ലാ കുരുത്തവും പൊരുത്തവും എന്ന് പറഞ്ഞതുപോലെ താജുൽ ഉലമന്റെ കുരുത്തവും പൊരുത്തവും അവിടുത്തെ ഉമ്മ തന്നെയാണ്.
അവിടുത്തെ ഉമ്മ തന്നെയാണ്. അതെ, അക്കാലഘട്ടത്തിൽ ചെറിയ പഠനങ്ങൾ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ആയിരിക്കെ സ്കൂളുകൾ നിങ്ങൾ ശാല എന്ന് പറയും. ഭാഷാ പ്രശ്നമില്ലല്ലോ, കുറച്ചൊക്കെ ഇങ്ങൾക്കും തിരിയും അനക്കും തിരിയും, ആരും ഉണ്ടാവും. അങ്ങനെ താജുൽ ഉലമ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ പഠിക്കുമ്പോൾ മദ്രസ പഠിക്കുമ്പോൾ, അന്ന് കാലത്ത് മദ്രസയല്ല ഓത്തുപള്ളിയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉപ്പ നേരത്തെ വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ ഉമ്മ ഏത് ആലിമിനെ കണ്ടാലും അക്കാലത്തുള്ള സയ്യിദന്മാരെ കണ്ടാലും മന്ദിരിപ്പിക്കും. എന്നിട്ട് പറയും, ആ മക്കൾ 2 ആൺകുട്ടികളുണ്ടായിട്ടുണ്ട്, താജുൽ ഉലമക്ക് ഒരു ജ്യേഷ്ഠനും ഉണ്ടായിട്ടുണ്ട്. അത് താജുൽ ഉലമനെയും കാട്ടി പവറുള്ളതാണ്. പക്ഷെ ജനങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം. കുറച്ച് ആളുകൾക്ക് ആ താജുൽ ഉലമന്റെ ജ്യേഷ്ഠനെ അഥവാ നമ്മളെ ഉപ്പാപ്പയായ മൂത്താപ്പനെ പറ്റി കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാം. ആ 2 വ്യക്തിത്വം കാണിച്ചു കൊടുത്തു. ഉമ്മ പറയും, അവിടുത്തെ എൻ്റെ ഉമ്മാമ പറയും, ഈ 2 മക്കളെ നല്ല ആലിമാവണം, ഉഖ്റവിയ ആലിമാവാൻ വേണ്ടി ദുആ ചെയ്യണം, അവിടുന്ന് മന്ദിരിപ്പിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ സാദാത്യങ്ങൾ. കൊന്നാര കുടുംബത്തിലാണ് ഞങ്ങൾ ആ സനദ് മുട്ടുന്നത്. കൊന്നാര ബുഖാരി സാദാത്യങ്ങൾ അവിടുന്നാണ്. ആ ഉപ്പാമാരോടൊക്കെ ദുആ ചെയ്യിപ്പിക്കും, മന്ദിരിപ്പിക്കും. അങ്ങനെ അവിടുന്ന് അതാ ദർസ് പഠിക്കുന്നു. അങ്ങനെ ദർസ് പഠിച്ചതിന്റെ ശേഷം ആ സയ്യിദ് അബ്ദുറഹ്മാൻ കുന്നിക്കോയ തങ്ങൾ അൽ ബുഖാരി എന്ന ആ കുട്ടി പഠിക്കുന്നു, ദർസ് പഠിച്ചു. ബാപ്പനെ പറ്റി ആകത്തുകാണ്ട് കുറച്ചുണ്ട് പറഞ്ഞിട്ട് പിന്നെ ബാപ്പയിലേക്ക് കടക്കാം. അങ്ങനെ ദർസ് പഠിച്ചുകൊണ്ട് 17ാം വയസ്സ് വരെ ഏകദേശം 5, 10, 12 വർഷത്തോളം പഠിച്ച് അതെ അക്കാലത്തുള്ള വലിയ പണ്ഡിതനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, മാത്രമല്ല ഈ കാസർഗോഡൊക്കെ ഖാദിയായ അവറാൻകുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ അന്നത്തെ വലിയ ഉലമാക്കളായ ഔലിയാക്കന്മാരെടുത്തുന്നതാ നേതൃത്വം അവിടുന്നതാ പഠിക്കുന്നു, ഇൽമ് പഠിക്കുന്നു. എന്നിട്ടോ 17ാം വയസ്സിൽ അതാ കല്യാണം കഴിക്കുന്നു. ആ കല്യാണത്തിനും നിങ്ങൾക്കൊക്കെ അധികാൾക്ക് അറിയായിരിക്കും ആ കല്യാണം നടക്കാണ്ടായ ചരിത്രങ്ങൾ. അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം അത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ ഏഴിമല വലിയ മഹാനാണ്. ആരാ? താജുൽ ഉലമന്റെ അമ്മോശൻ, വലിയ പണ്ഡിതനുമാണ്, ആബിദുമാണ്. ഇതുപോലെ ഖുർആൻ ശരീഫ്, ദിക്ർ, സ്വലാത്ത് ഇങ്ങനെയൊക്കെ ജീവിത വ്യക്തിത്വത്തിൽ കൊണ്ട് നടന്ന വ്യക്തിയാണ്. മാത്രമല്ല അവിടുത്തെ കുത്തുബൈത്തിലും പറയുന്നത് കേൾക്കാം. 1000 കുത്തുബൈത്ത് ചൊല്ലും. 12 മണിക്ക് ശേഷം തുടങ്ങും, 4 മണിക്ക് അവസാനിക്കും. അതേ ചുറ്റുമിരുട്ടായിരിക്കും. ആ അവസാനമാകുമ്പോ അതേ കുത്തുബൈത്തിന്റെ നാഥനാരാണ്? തങ്ങളതാ അവിടുന്ന് ഹാളിറായിട്ട് തങ്ങളോട് മുനാജാത്ത് നടത്തിയിട്ട് അവിടുന്ന് പോകുമെന്ന് ഞാൻ ചരിത്രം എൻ്റെ ഉപ്പാപ്പയിലൂടെ എൻ്റെ ഉമ്മാമയിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വലിയ മഹാൻ ആരാണ്? സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ ഏഴിമല. ആ വ്യക്തിത്വത്തെയും പറയാനുണ്ട് ഒരുപാട്, പറഞ്ഞാൽ തീരൂല, അത്ര തന്നെയുണ്ട്. അങ്ങനെ ഉപ്പാവ പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിക്കാനുണ്ടായ കാരണങ്ങൾ കഴിച്ചു. ജ്യേഷ്ഠന് പറഞ്ഞ പെണ്ണ് അനുജൻ കഴിച്ചു. അതാണ് സത്യാവസ്ഥ ഉണ്ടായത്. ജ്യേഷ്ഠൻ പറഞ്ഞു വെച്ച പെണ്ണ് അനുജൻ കഴിക്കുന്നു. ജ്യേഷ്ഠൻ എന്നൊരു സമയത്ത് കാണുന്നില്ല. ആ കാണാണ്ടിരിക്കാനുള്ള കാരണം തൊട്ടിപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തേ? ഹാമിദ് കോയമത്തങ്ങൾ ഈ സ്ത്രീയെ അഥവാ എൻ്റെ ഉമ്മാമനെ അഥവാ ഹാമിദ് കോയമത്തങ്ങൾ അഥവാ എൻ്റെ ഉമ്മാമക്ക് പറ്റി പുതിയാപ്പിള അന്വേഷിക്കാൻ വേണ്ടി ഉപ്പാപ്പാൻ്റെ സ്ഥലമായ ജന്മസ്ഥലമായ കരുവന്തുരുത്തി അന്വേഷിക്കാൻ പോയപ്പോൾ അവിടെ 2 ആളുണ്ട്. ഉള്ള ആളെന്നങ്ങളെ ജ്യേഷ്ഠൻ, മൂത്താപ്പ. അപ്പൊ അവരെയാണല്ലോ കല്യാണം. ജ്യേഷ്ഠനുള്ളവർക്ക് അനുജൻ കിട്ടൂലല്ലോ. അക്കാലത്തില്ല, ഇക്കാലത്തുണ്ട്. ആ കാലത്ത് അത് നോക്കി ആ ജ്യേഷ്ഠനെ പറഞ്ഞ് എന്നായിക്കോട്ടെ, ആ ജ്യേഷ്ഠനെ ഉറപ്പിച്ചിരുന്നെങ്കിലും ഈ സയ്യിദിന്റെ
അഥവാ എൻ്റെ ഉപ്പാപ്പയ ഹാമിദ് കോയമത്തങ്ങളുടെ ആഗ്രഹം, റബ്ബെ ആ അനുജനെ കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് ആ മനസ്സിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശേഷം നടക്കുന്ന സംഭവത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ആഗ്രഹിച്ചു, അതാണ് കിട്ടിയത്. ആരെ? അനുജൻ ആയ ഉള്ളാളെ ഞങ്ങളെ പുതിയാപ്പിളായി കിട്ടിയത്. കാരണം എങ്ങനെ അവിടുന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞത്? നിക്കാഹിന്റെ സമയത്ത് അതെ ജ്യേഷ്ഠനല്ലല്ലോ, നേരത്തെ പറഞ്ഞ പുതിയാപ്പിളയല്ലല്ലോ വന്നത്. രണ്ടാമത്തെ പുതിയാപ്പിള വന്നപ്പോ നിക്കാഹിന്റെ സമയത്ത് കണ്ടപ്പോ ഒരൊറ്റ ചിരി, ഇന്ന് വരെ ചിരിക്കാത്തൊരു ചിരി, പുഞ്ചിരങ്ങ് ചിരിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താ തങ്ങളെ അവിടുന്ന് എന്താ ചിരിക്കാൻ കാരണം? ഞാൻ ഉദ്ദേശിച്ച ആളെ കിട്ടി. ജ്യേഷ്ഠന് പോരായ്മല്ലായത് കൊണ്ടല്ല, പകരം ആ ചേർച്ച അവര് കാണുമല്ലോ, അവരെ പോലത്തെ ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനും അക്കാലത്ത് തന്നെ ജ്യേഷ്ഠനെ പറ്റി പറയുന്നത് കാണാം. വിലായത്തിന്റെ അന്ന് തന്നെ ആലിമാണ്, മാത്രമല്ല വിലായത്തിന്റെ അങ്ങേയറ്റം. അതെ, ജനിക്കുമ്പോൾ തന്നെ ഔലിയ പട്ടമായി അറക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. എത്രത്തോളം ആ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് എന്ത് മന്ത്രിക്കുന്നുണ്ടെങ്കിലും എല്ലാ സമയവും വക്തും നോക്കിയിട്ട് അത്രേ. ഇന്ന് മന്ത്രിക്കാൻ പോയാൽ 6 മാസം കഴിഞ്ഞിട്ട് എത്ര ആ വെള്ളം കിട്ടുക? എന്തേ? ഒന്നും ഉണ്ടായത് കൊണ്ടല്ല, അല്ലാഹുവിലേക്ക് സമയമായിട്ടുണ്ടോ നോക്കിയോ എല്ലാം നോക്കിയിട്ടേ അവർ കൊടുക്കുള്ളൂ. അത്രയും തഖ്വയായിരുന്നു ജീവിതത്തിൽ. എൻ്റെ ഉപ്പാൻ്റെ തന്നെയാണ് ഞാനത് കേട്ടത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവിടുത്തെ ജ്യേഷ്ഠൻ കഴിച്ചതും. മാഷാ അല്ലാഹ്, ഇതുപോലെ പേര് കേൾക്കപ്പെട്ട ഒരു തങ്ങൾ, പനയിത്തൽ തങ്ങൾ. ആ പനയിത്തൽ തങ്ങന്മാർ പരപ്പനങ്ങാടി മറവിട്ട് കിടക്കുന്ന ആ സാദാത്യങ്ങളുടെ മകളെയാണ് കിട്ടിയത്. അവിടെ വഫാത്തായത് അവിടെ തന്നെയാണ്. സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അതാ താജുൽ ഉലമന്റെ അഥവാ സയ്യിദ് അബ്ദുറഹ്മാൻ കുന്നിക്കോയ തങ്ങൾ അൽ ബുഖാരി ആ 17 വയസ്സിൽ നിന്ന് കല്യാണം കഴിച്ചതിന് ശേഷം അതേ ഓത്ത് മുടങ്ങരുത്. ആര് പറയുന്നു? നിർദ്ദേശം കൊടുക്കുന്നു. ഉപ്പാപ്പയ ഹാമിദ് കോയമത്തങ്ങൾ നിർദ്ദേശം കൊടുത്തു. വേണ്ട, ഞാൻ നിങ്ങളെ ചെലവൊക്കെ നോയിക്കോളും, നിങ്ങൾ പഠിക്കണം. അങ്ങനെ അതാ ബാക്കിയാത്തിൽ പോകുന്നു. 3 വർഷം അവിടെ പഠിക്കുന്നു. ഫസ്റ്റ് റാങ്കോട് ഷെയ്ഖ് ഹസൻ ഹസറത്ത് ഉസ്താദ്മാരിൽ ഈ കാലത്തുള്ള എല്ലാ ഉസ്താദന്മാരുടെ ഉസ്താദായ ഷെയ്ഖ് ഹസൻ ഹസറത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് റാങ്കോട് പഠിച്ചു വന്ന് അതാ ഉള്ളാളത്തേക്ക് പോവുകയാണ്. ഉള്ളാളത്തേക്ക് ദർസുണ്ട്. അവിടെ ഒരു ദർസ്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ദർസ് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അതേ ആ അമ്മോഷൻ എല്ലാത്തിനും പരിഹാരമാണ്, ആലിമാണ്, ആബിദാണ്. അതുകൊണ്ട് തന്നെ ആശീർവാദം അവിടുന്ന് വാങ്ങിച്ചിട്ട് വായിരിക്കണം ഞാൻ ഇങ്ങന്ന് അങ്ങോട്ടുള്ള ചുവടുവെപ്പ് എന്ന് കരുതി അവിടുന്ന് ദർസ് തുടങ്ങാൻ വേണ്ടി അതാ ഹാമിദ് കോയമത്തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു. എവിടത്തേക്ക്? ഹാമിദ് കോയമത്തങ്ങൾ സ്ഥലം രാമന്തളിയാണെങ്കിലും അവർ നേതൃത്വം വഹിക്കുന്നത്, അതേ മഹല്ലത്തിൽ ജോലി നിൽക്കുന്നത് കൊച്ചി മട്ടാഞ്ചേരിയാണ്. ഇന്നത്തെ കാണുന്ന കൊച്ചിയല്ല, അന്ന് കൊച്ചി അറിയപ്പെടുന്ന മട്ടാഞ്ചേരി ആണ് മൊത്തം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ മട്ടാഞ്ചേരിയിൽ പോകലും കപ്പൽ കടന്ന് ബോട്ട് കടന്ന് ആണ് അവിടത്തേക്കുള്ള യാത്രകൾ. ആ യാത്രകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിലും ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അത് പറയാനുള്ള സമയമല്ല. അവിടുന്നുണ്ടായ ഒരു പൊരുത്തം ആ ഹാമിദ് കോയമത്തങ്ങളെ കാണാൻ പോകുമുണ്ടാകുന്ന ഇടയിലുണ്ടായ ഒരു സംഭവമാണ്. അക്കാലത്ത് അതേ ഔലിയാക്കന്മാരുടെ നേതാവായിരിക്കുന്ന പള്ളിപ്പടി മസ്താൻ പൊന്നുരുന്നി വഫാത്തായി കിടക്കുന്ന ആ പള്ളിപ്പടി മസ്താൻ അതാ സാന്ദർഭികം കാണുന്നു. ആ കാണുന്ന സമയത്ത് അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കുന്നു. ദുആ ചെയ്യുമ്പോൾ അതേ ദുആ ചെയ്തു കൊടുത്ത് രണ്ട് വാക്ക് അതേതാ ഞാനും നിങ്ങളും അതേ ഹദീസിലുള്ള ദുആ ആണ്. ഏതാ നിങ്ങൾ അവസാനം ദുആ എടുക്കുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
എന്നുള്ള ദുആ ചെയ്യിപ്പിക്കുന്നു, ദുആ ചെയ്തു കൊടുക്കുന്നു. എന്റെ ആ ദുആ റബ്ബേ നൽകണം. ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിലുള്ള എല്ലാ ഹസനാത്തും നൽകണം. അതല്ലേ ആ താജുൽ ഉലമയെ കണ്ടത്. ആ ഹസനാത്ത് മൊത്തം നൽകിയില്ലേ? ലോകം മൊത്തം അതാ താജുൽ ഉലമയെ കൊണ്ട് ഹസനാത്ത് പകർന്നില്ലേ? താജുൽ ഉലമയെ കൊണ്ട് അതാ കേരളം അടങ്ങുന്ന സ്റ്റേറ്റ് മൊത്തം പോരാ, കർണാടക അടങ്ങുന്ന സ്റ്റേറ്റ് മൊത്തം അതാ ഹസനാത്ത് കൊണ്ട് നടങ്ങുന്നു. ആ ദുആഇന്റെ ഫലമാണ് എന്ന് ഞാനും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് താജുൽ ഉലമ തന്നെ അതാ ജീവിതകാലത്ത് കോട്ടൂർ ഉസ്താദിന്റെ അടുത്തുനിന്ന് അനുസ്മരണം, കോട്ടൂർ ഉസ്താദിന്റെ അടുത്തുനിന്ന് ആദരവ് വെക്കുമ്പോൾ അവിടുന്ന് തന്നെ ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. അനക്ക് അവിടുത്തെ ആ പള്ളിപ്പടി മസ്താന്റെ കുരുത്തവും പൊരുത്തവും അതേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ, ദുനിയാവിലെയും അതേ ആഖിറത്തിലുള്ള ഹസനാത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ദുആ ചെയ്തു കൊടുത്തപ്പോൾ കിട്ടിയ ഒരു നിഅമത്താണ് അതേ അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന അതേ കുഞ്ഞിക്കോയത്തങ്ങൾ അൽ ബുഖാരി എന്ന ചെറുകുഞ്ഞിക്കോയത്തങ്ങൾ എന്ന ഉള്ളാളന്തങ്ങൾ എന്ന വ്യക്തി കഥ ഈ കാരണമായിട്ടെല്ലാം അല്ലാഹു കൊടുക്കുന്നു ലഖബൽ ഏത് താജുൽ ഉലമാ എന്ന് പേര് വെക്കുന്നത് ആരാണ് ആ പേര് വെക്കുന്നത്? ആ കാലത്ത് തന്നെ അതേ അന്നത്തെ കാലത്ത് എല്ലാ നിലക്കും ആലിമും സയ്യിദും ആബിദുമായ അബ്ബാസ് മാലിക്കി അലിബി മാലിക്കി മക്ക മാലിക്കി മദ്ഹബിന്റെ വലിയ പണ്ഡിതൻ മാത്രമല്ല ആ സയ്യിദിന് വലിയ കാരണവർ അവര് വെച്ച പേരല്ലേ താജുൽ ഉലമാ എന്ന്. അതേ പേര് വിളിച്ചപ്പോൾ ഞാനും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് താജുൽ ഉലമാ എന്ന് ഈ വ്യക്തിക്ക് വെച്ചതാണോ? അതല്ല ഇൽമിന്റെ കിരീടം കൊണ്ടുവെക്കപ്പെട്ടതാണോ? അതല്ല ആ ഇൽമ് ഈ വ്യക്തിയിലൂടെ മൊത്തം അതാ അടങ്ങുകയാണോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ആ വലിയ ആലിമീങ്ങൾ ഉടമയായ ആ അബ്ബാസ് മാലിക്കിയാണ് പേര് വെക്കുന്നത് എന്ത് താജുൽ ഉലമാ. എന്തൊരു പേര്! ശേഷം അങ്ങനെ ഒരു പേര് ഇവിടെ വന്നോ? ആ പേരിൽ അങ്ങനെ വേറെ അറിയപ്പെട്ടു. എത്രത്തോളം ഉണ്ട് താജുൽ ഉലമന്റെ പവർ ആ പേരിൽ തന്നെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാം. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. അങ്ങനെ ആ താജുൽ ഉലമ വളർന്നു വലുതാകുന്നു. ഉള്ളാളത്ത് വന്ന് ദർസ് നടത്തുന്നു. ഉള്ളാളത്ത് വന്ന് എന്നിട്ട് പറയുകയാണ് അന്നത്തെ ഉള്ളാളം നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി ഏത് രൂപ ഈ കാണുന്ന മാതിരിയുള്ള ടൗൺ അല്ല, ഈ കാണുന്ന മാതിരിയുള്ള വാഹന സൗകര്യമൊന്നുമില്ല. കാളവണ്ടിയൊക്കെ വന്നതിന്റെ ശേഷം ഇനി ഈ നാടിനെ ഉയർത്തണമെങ്കിൽ ഈ നാട് വളരണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെ ദർസ് ഇൽമാകുന്ന ദർസ് ഇവിടെ തുടങ്ങണം. അപ്പം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവോ അത് അല്ലാഹു തന്നോളും. അത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അത് അല്ലാഹു തന്നോളും. നമ്മൾ ദർസ് നടക്കട്ടെ, തുടങ്ങട്ടെ. അങ്ങനെ അതാ കുറച്ച് മുത്തഅല്ലിമീങ്ങൾ വെച്ച് അവിടുന്ന് ദർസ് തുടങ്ങുന്നു. ആ ചെറിയ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് പോയാൽ കാണാം. ആ പള്ളിയിൽ നിന്ന് ദർസ് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി അതേ 20-ാം വയസ്സ് 21-ാം വയസ്സിന് ദർസ് തുടങ്ങുന്നു. ആ തുടങ്ങിയതിന്റെ ശേഷം അതേ അന്നത്തെ കാലത്ത് തബ്ലീഗ് ജമാഅത്ത് അതുപോലെ തന്നെ ബിദ്അത്ത് മുജാഹിദുകാർ അവർക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി വരെ പോകുന്നു. മാത്രമല്ല ഇവിടെ കർണാടകയിൽ എവിടെയും ഇൽമുണ്ടോ ദീനുണ്ടോ? ഇല്ല. വീട് വീടാന്തരം ഗ്രാമം അതുപോലെ പട്ടണങ്ങളെല്ലായിട്ട് അതാ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, ഒരുപാട് സ്ഥലത്ത് പള്ളി പറഞ്ഞില്ലേ, അവിടുന്നെല്ലാം ഇൽമു പറഞ്ഞു വയല് പറഞ്ഞു. അന്നൽ കഥ നിങ്ങളെ കർണാടകയെ ഉയർത്തുന്നു. ഏത് രൂപത്തിൽ? അതേ ഒരു ഭൗതികവാദിയല്ല. ആ
താജുൽ ഉലമയിൽ അല്ലാഹു തആല ഭൗതികത്തിന്റെ അറിവും കൂടി അതേ 6666 ആയത്തിൽ അടങ്ങുന്ന ഖുർആൻ, അതിലാണല്ലോ ഈ ലോകമാകുന്ന ദുനിയാ ഒട്ടാകെ വരാൻ പോകുന്ന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെതായാലും ദജ്ജാലിന്റെ പവറായാലും അതേ ദജ്ജാലിന്റെ എല്ലാ ദുൽമായാലും അതെല്ലാം അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല മനുഷ്യന്റെ എല്ലാം വരാൻ പോകുന്ന ടെക്നോളജിയും വന്ന ടെക്നോളജിയും അതാ ആ ഖുർആനിൽ അടങ്ങുന്നുണ്ട്. അതേ ഒറ്റ നോട്ടത്തിൽ തിരിയൂല. അതിനു വേണ്ടിയാണ് ദർസോദനമെന്ന് പറയുന്നത്. ആ ഇൽമിൽ പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, ഫുഖഹാക്കൾ വിശദീകരിക്കുന്നു. അതേ ഹദീസ് സ്വഹീഹുൽ ബുഖാരി അടങ്ങുന്ന ആ സിഹാഹു സുത്ത വിശദീകരിക്കുന്നു. അങ്ങനെ ഇജ്തിഹാദിന്റെ ഉലമാക്കളതാ വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ദീനിന്റെ ഹുക്കുമകളും അവിടെ പ്രതിപാദിക്കുന്നു. അങ്ങനെ ആ പ്രതിപാദിക്കുന്ന ഇൽമ് താജുൽ ഉലമ പഠിച്ച് അന്നൽ കഥാ നാടൊട്ടാകെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്നതാ 7ാമത്തെ മകനായി 8 ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ മകനായി 2 ആമക്കളുണ്ട്. 2 മക്കൾ ആമക്കളെയും ജനിച്ചതാ 10ാം ക്ലാസ് ഞങ്ങളെ ബാപ്പയും 2ാമത്തെ മകനും ജനിച്ചു. അതേ എൻ്റെ ബാപ്പ 10ാം ക്ലാസ് വരെ നാട്ടിൽ നിന്ന് പഠിച്ചതിൻ്റെ ശേഷം എന്നിട്ട് ഉമ്മാമ ചോദിക്കുന്നു, അഥവാ താജുൽ ഉലമയുടെ ഭാര്യ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ചോദിക്കുന്നു, ഇനി ഇൽമു പഠിക്കണ്ടേ? കാരണം എന്തേ? ഉമ്മാമയും ദർസ് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്ത്രീകൾക്ക് ദർസ് നടത്തിയേക്കൊണ്ട് ഇന്നും അതിലൊരു സ്ത്രീ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട്, വയസ്സായി പോയി എന്ന് മാത്രം. അങ്ങനെ ദർസ് പഠിക്കണ്ടേ? ദർസിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു ബന്ധമുള്ളൊരു കുടുംബമാണ് ആ രാമന്തളി കുടുംബം. ഹാമിദ് കോയമത്തങ്ങൾ 10 മക്കളും ആലിമീങ്ങളാണ്. മാത്രം 2 സ്ത്രീകളാണ്. അതിൽ 2 സ്ത്രീകൾ, ഒന്ന് ആലിമത്വമാണ്, പിന്നൊന്ന് ആബിദത്തുമാണ്. അഥവാ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ വളരെ വലിയ ആബിദത്താണ്. ചില്ലറയൊന്നുമല്ല. സ്വന്തം നടുവേദന വരെ ഉണ്ടായപ്പോൾ ഇന്നേ വരെ ഒരു ഡോക്ടറായ കാഫറിനൊരു ഡോക്ടറെയും കണ്ടിട്ടില്ല. എന്താ കാരണം? അന്യ ആളെ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഉമ്മാമൻ്റെ ജീവിതം പോക്കങ്ങനെ തന്നെയാണ്. ഹജ്ജിന് പോകുമ്പോൾ ഇസ്ലാം പറഞ്ഞ ആ ബുർക്കയാണ്, തലയോട് കൂടിയിട്ടുള്ള ബുർക്കയെന്നിടാം. ചെറിയ 2-3 ഓട്ടം ഉണ്ടാവും. അത് കാണാൻ വേണ്ടി മാത്രം. ഉമ്മാവ പറയും, അനക്ക് ഇൽമൊന്നായില്ലെങ്കിലും എൻ്റെ ഏട്ടത്തി അഥവാ ഉള്ളാളം തങ്ങളെ ഭാര്യ താജുൽ ഉലമൻ്റെ ഭാര്യ ആ മൂപ്പർക്കൊക്കെ അനക്കതാവില്ല. അനക്ക് എന്തോ എന്നെക്കൊണ്ട് മന്നക്കുളം മാല, ഹുസൈൻ മാല, ബദർ മാല, അങ്ങനെ മാലകൾ മാത്രം ഓതല്. അങ്ങനെ വെറും ഇബാദത്ത്. അങ്ങനെയാണെന്ന് അവിടുത്തെ ജീവിതം. എൻ്റെ ഉമ്മാൻ്റെ ജീവിതം ആ രൂപമായിരുന്നു. എന്തുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിൽ പറയും, അത് ഹുസൈൻ തങ്ങളെ ഓതിയാ പോലെ മോനെ, മന്നക്കുളം മാല ഓതിയാ പോലെ മോനെ, പ്രസവായിക്കാൻ അതാ പറയാം. മന്നക്കുളം മാല ഓതിക്കോ, കാസിം വലിയുള്ളാൻ്റെ യാസീൻ ഓതിക്കോ, എന്നാൽ നമ്മളെ കാര്യം നടക്കും. അഥവാ തവക്കുൽ വിത്ത് തവസ്സുലായിരുന്നു. എത്രത്തോളം 2008-2009 കാലഘട്ടത്തിൽ വലിയൊരു നടുവേദന വന്ന് കടന്ന സമയത്ത് കാണിക്കേണ്ട വേണ്ട, അങ്ങനെ കാഫറിനെ കാണുന്നപ്പോൾ ഇന്ന് എന്താ വേണ്ട? മോൻ നിങ്ങളെല്ലാവരും കുടുംബം മാത്രം, മക്കൾ മാത്രം ഇരുന്ന് ബുർദ ഓതിക്കോ, എന്നാൽ എൻ്റെ കാര്യം നടക്കും. സാക്ഷി അവിടുത്തെ എൻ്റെ കാരണവറായ ഷാഫിത്തങ്ങൾ ബാലവി, മദീന മുനവർ അറിയായിരിക്കും. ഷാഫിത്തങ്ങൾ മൂപ്പരോട് ചോദിച്ചാലും മതി. അങ്ങനെ നമ്മളൊക്കെ ഇരുന്ന്, ഞാനും ഉണ്ട്, നമ്മൾക്കും അതിൽ പങ്കുണ്ട്. നമ്മളൊക്കെ ഇരുന്നിട്ട് ബുർദ അങ്ങനെ ഓതി, ബുർദ ബെയ്ത്ത് അതിൻ്റെ അത് ഓരോ ഫസലിനും ഓരോ വരിക്കും മൗലായ ചൊല്ലിയിട്ട് അന്നൽക്ക് ചെല്ലിയപ്പോൾ കടന്ന ഉമ്മാമത എണീച്ച് നടന്നു വരുന്നു. അത് സാക്ഷി തങ്ങളോട് ചോദിക്കാം. നമ്മളെ അനുഭവമാണ്. അതെന്തേ? അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം അതേ ഈ ബുർദയാകുന്ന ഇമാം ബൂസൂരി തങ്ങൾ രചിച്ചതും ബൂസൂരി തങ്ങളാണെങ്കിലും ആരെ പറ്റിയാണ് രചിച്ചത്? അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ,
راحة للعاشقين شمس للعارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين آية سيدنا حبيبنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടുള്ള അതേ ജീവിതം മുതലുള്ള വഫാത്ത് വരെ പറ്റിയതാ അവിടുത്തെ മദ്ഹ് രചിച്ചു ബുർദ. ആ ഹബീബിന്റെ മദ്ഹല്ലേ അത് ഓതലോടുകൂടിയതാ അവിടുന്ന് ശിഫയാക്കി കൊടുക്കുന്നു. ആര്? അതേ ആ ഉമ്മാമയുടെ ഉപ്പാപ്പയായ ആ സനദിലുള്ള അവിടുത്തെ പേരക്കുട്ടിക്ക് തന്നെയതാ. ആരാണ്? അന്റെയും നിങ്ങളെയും നേതാവായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കുന്നു. അങ്ങനെ ചെറിയൊരു രൂപം അത് പറഞ്ഞത് മാത്രം. അങ്ങനെ താജുൽ ഉലമന്റെ വന്നു. ശേഷം ആ താജുൽ ഉലമ ഇങ്ങനെ വളർന്നു വന്ന് ഉഷാറായി. ബാപ്പാന്റെ അങ്ങനെ പോണല്ലോ, ആയിക്കോട്ടെ എന്നിങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പാൻ എന്ത് ചെയ്തു? 8 വർഷം ഉള്ളാളത്ത് പഠിപ്പിച്ചു. ശേഷം അതാ 2 വർഷം മദനി ബിരുദവും നേടി. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ 1 വർഷം ദർസൊക്കെ നടത്തി. അങ്ങനെ അങ്ങ് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ അവിടെ കൂറത്ത് വരാണ്ടായ കാര്യങ്ങൾ പുറത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ വന്ന് അവിടെയൊക്കെ കഴിഞ്ഞപ്പോ ഈ ഇടയിലുണ്ടായ ഒരു സംഭവം. ഏത് രൂപം? അതേ പഠിക്കുന്ന സമയത്ത് തന്നെ ബാപ്പയെ പറ്റിയുള്ള വലിയൊരു മദ്ഹ് തന്നെയാണ്. പഠിച്ച് കഴിഞ്ഞതിന്റെ ശേഷവും അങ്ങേയറ്റം ബഹുമാനാണ്. ആർക്ക്? ബാപ്പാക്കും, അഥവാ ബാപ്പയും മോനിക്കും, അഥവാ എൻ്റെ ഉപ്പാപ്പയായ താജുൽ ഉലമക്കും ഈ ഖുറത്തു സാദാത്തായ എൻ്റെ ബാപ്പയായ മോന് തമ്മിലുള്ള ഭയങ്കര ബഹുമാനം, അദബ്. എനക്കറിയാം, നമ്മളൊക്കെ വീട്ടിൽ ഉപ്പാപ്പ ഏകദേശം അവസാന കാലഘട്ടം നമ്മളെ വീട്ടിലെ താമസം അധികം ഉണ്ടായിരുന്നത്. അവിടെ ചാരു കസേരി ഇരിക്കും. രാത്രി ഇരുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ദർസ് പൂട്ടിയ സമയത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാസ ലീവിന് വരുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് കോയമ്മ വരുമോ? ആ വരും. അങ്ങനെ 9:30 രാത്രി 10 മണിയെല്ലാം എത്തുമ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ വണ്ടി വന്ന് ഗേറ്റ് തുറക്കുന്ന ആരടാ വന്ന്? കോയമ്മ. ആ ചാടിയുണ്ട് എണീറ്റ് നിന്നിട്ട് ഉപ്പ വരുമ്പോൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരും അങ്ങോട്ടും നിൽക്കും. ആ കോയമ്മ വന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അതേ ഉപ്പാപ്പാന്റെ കൈ മുസാഫത്ത് ചെയ്യുമ്പോൾ ആലിംഗനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതാണ് അവിടുത്തെ വിനയത്വം, താജുൽ ഉലമന്റെ വിനയത്വം. ആ റഹ്മത്ത്, കുട്ടികളോട് കാണിക്കേണ്ട കൃപ, സ്വന്തം മകനോട് കാണിക്കേണ്ട കൃപ നമ്മളോടും അങ്ങനെ തന്നെയാണ്. മക്കളോട് കരുണ കാണിക്കണം എന്നാണ് ഇപ്പം പറയല്. നമ്മക്കും വലിയ താങ്ങും തണലുമായിരുന്നു. എന്ത് രൂപമുണ്ടെങ്കിലും ഉപ്പാപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ കാര്യം നടക്കും എന്നുള്ള രൂപം. നമ്മളെ പങ്ങളെ മക്കൾ ഉപ്പാപ്പൻ്റെ അടുത്തായ ഖുറത്തു സാദാത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ കാര്യം നടക്കും എന്നുള്ള രൂപമായിരുന്നു ജീവിത രീതി. അങ്ങനെയാണ് അവിടുത്തെ ജീവിത രീതി ഉണ്ടായത്. അതിൽ വേറൊരു രൂപം, അതേ ആ പഠിക്കുന്ന സമയത്ത് അത്രത്തോളം ബഹുമാനിച്ച് എന്നതിൻ്റെ ആ അവിടുത്തെ ബഹുമാനിച്ച് താജുൽ ഉലമന്റെ ഉസ്താദായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ബഹുമാനിച്ച ഒരു ചരിത്രം പറയാം. പൂച്ചക്കാട് ദർസ് നടത്തുന്ന സമയത്ത് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് അന്നേരത്തെ അവിടുത്തെ ശിഷ്യന്മാരിൽ നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ ICF-ന്റെ നേതൃത്വമായ മുസ്തഫ ദാരിമി കടാങ്കോട് ഉസ്താദ് പറയുന്നതായി ഞാൻ കേട്ടതാണ്. എന്നോടും പറഞ്ഞു, ഒരു വയതിലും ഞാൻ കേട്ട അറിവാണ്. ഏത് രൂപം? ദർസ് നടത്തുന്ന സമയത്ത് ശംസുൽ ഉലമ ആയാലും അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് ആയാലും താജുൽ ഉലമ ആയാലും ആര് തന്നെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ഒരു ദുന്യവിയായ ചിന്ത ആരും നിൽക്കൂല. ബുഖാരി ദർസ് ഫുള്ള് നടത്തി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഏത് വിഷയത്തിൽ ഇടപെടുള്ളൂ. താജുൽ ഉലമന്റെ ആയതും അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടറിവ്. ആ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി കഴിയുന്നവരെ ഒരാളെയും അടുപ്പിക്കൂല, ഒരാൾ വിഷയത്തെ ആസ്പദമാക്കൂല. ബുഖാരി ദർസ് കഴിഞ്ഞതിന്റെ ശേഷം മതി ബാക്കി എന്തും എന്നുള്ള രൂപമായിരുന്നു. അതുപോലെ
പോലെ തന്നെയാണ് ആര് ഈ കെ ഉസ്താദും. അതെ, ഒരു വ്യക്തിയല്ല, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നവരെ അവർ ദറസ് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്ന് പറയുന്ന ആ നിലക്കുള്ള ഭയങ്കര ധാർഷ്ട്യം ആയിരുന്നു ആരുത്? ഈ കെ ഉസ്താദിൻ്റെത്. ഈ കെ ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബാപ്പാൻ്റെ വരവ്, ബാപ്പ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ കാല് കഴുകി കയറിയിരിക്കൊണ്ട് നോക്കുമ്പോൾ ആരാ വരുന്നത്? അത് ഉള്ളാൾത്തോറ അഥവാ ഉപ്പാപ്പാനെ തന്നെയാണ്. ഉള്ളാളെന്നൊക്കെ മൂപ്പര് വിളിക്കുന്ന ബഹുമാനത്തോ ഉള്ളാൾത്തോറെന്നാ വിളിക്കുക. ഉള്ളാൾത്തോറ മകനാണ്. അല്ലോ ഉള്ളാൾത്തോറ മകനോ? മൂപ്പര് ദർസണ്ട് നിർത്തി സഹീഹുൽ ബുഖാരി അപ്പം തന്നെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ബാപ്പാനെയും കൂട്ടിയിട്ട് പറഞ്ഞു, തങ്ങളൊന്ന് മന്ദിച്ച് തരണം, എൻ്റെ ദർസ് എനിക്ക് മരിക്കുന്നവരെ നടത്തണം, ഈ ദർസിൽ പുരോഗതി ഉണ്ടാവണമെന്ന് ബാപ്പാനെ കൊണ്ട് മന്ദിരിച്ചതായിട്ട് ആര് സാക്ഷി? ഇന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ICFൻ്റെ നേതൃത്വമായ മുസ്തഫ ദാരിമി കടാങ്കോട് ഉസ്താദ് പറഞ്ഞതായിട്ടാണ് എനിക്കറിവ്. മൂപ്പർ എന്നോട് പറഞ്ഞു, അവരോട് നിങ്ങൾക്ക് പോയി കേൾക്കാം. പിന്നെ പറയുന്നിടത്തുണ്ടാകുന്ന നമ്മൾ പറയുമ്പോൾ ആ രീതി ഉണ്ടായിരിക്കും, അവർ പറയുമ്പോൾ ഭാഷാ വ്യത്യാസമല്ലാതെ നടന്ന സംഗതി ഒന്ന് തന്നെ. അങ്ങനെ ആ സമയത്ത് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ദാരിമി ഉസ്താദ് ചോദിച്ചു, തങ്ങളങ്ങ് പോയി. അല്ല ഉസ്താദെ, ഉസ്താദ് പൊതുവെ ആരെയും എന്ത് ചെയ്യലില്ല, ദർസ് വന്ന കഴിഞ്ഞിട്ടാണല്ലോ, ബുഖാരി സബുക്ക് കഴിഞ്ഞാണല്ലോ അവിടെ ഇരിക്കുന്ന പറയലല്ലോ, പിന്നെ എന്തേ ഇവിടെ അത് നടക്കാതിരുന്നത്? അപ്പം പറഞ്ഞത്, ആ കുട്ടി ചെറിയ കുട്ടിയല്ല, അത് വലിയൊരു മഹാനാണ്. ആ കുട്ടി വലിയൊരു കുട്ടിയാണ്, ലോകത്തറിയപ്പെടാനുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയിൽ ഞാൻ എന്ത് കാണുന്നുണ്ട്? വലിയൊരു സംഭവം കാണുന്നുണ്ട്, അതേ ഉയർച്ച കാണുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ദാരിമി ഉസ്താദിനോട് പറയുന്നതായിട്ട് കാണാം. ഇത് എൻ്റെ ബാപ്പയായതുകൊണ്ട് പറയുന്നല്ലോ, നടന്ന സംഭവ വികാസം അത് ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെതും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉഷാറാകാൻ വേണ്ടി എൻ്റെ കൽബിലും ആദ്യം ആ തഖ്വ ഉണ്ടാക്കാനും മാത്രം പോരാ, നിങ്ങളിലും അത് അറിയിക്കണമല്ലോ. മാറിയാൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുമല്ലോ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ആ രൂപം പറഞ്ഞത്. അങ്ങനെയാണ് ആ താജുൽ ഉലമയുടെ ആ ഖുറത്തു സാദാത്തിൻ്റെ ആ ജീവിതം, ആ കുട്ടിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പവർ തന്നെ ആ രൂപം തന്നെയാണ്. അങ്ങനെ താജുൽ ഉലമയുടെ എല്ലാ പൊരുത്തവും അതുപോലെ എല്ലാ പൊരുത്തവും മൊത്തം കിട്ടിയത് ആ ഉമ്മാൻ്റെ പൊരുത്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം മോനക്ക് കിട്ടും, മോൻ്റെ അടുത്തുണ്ടാകും. അങ്ങനെയാണ് അതേ ഒരു താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് പറഞ്ഞല്ലോ, പൊതുവെ ഖാദി ബൈഅത്താക്കൽ ജനങ്ങൾ കൂടിയിട്ട് തന്നെയാണ്. എവിടെയും അങ്ങനെ തന്നെ, ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരേ സമയത്ത് നായിബ് ഖാദിയാക്കാൻ വേണ്ടി ഉപ്പാനെ ക്ഷണിച്ചപ്പോൾ താജുൽ ഉലമ പറഞ്ഞിട്ടാണ് ഖാദിയാകുന്നത് പറഞ്ഞതുകൊണ്ട്, ബാപ്പ വിളിച്ചത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഉപ്പ പോയി ഖാദിയാക്കാൻ വിളിച്ചപ്പോൾ ആ താജുൽ ഉലമ അവിടുന്ന് നിങ്ങൾക്ക് പ്രസംഗം നോക്കിയാൽ കാണാം, അവിടുന്ന് പറഞ്ഞത് ഇപ്പോഴും വരാൻ പോകുന്നതും എൻ്റെ കാലശേഷവും ഇപ്പോഴും ഖാദിയായി ഞാൻ നിയമിക്കുന്നു. വരാൻ പോകുന്നത് ആർക്കും പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം മരിക്കൂലെന്തായാലും, ഒരടി അനക്കും നിങ്ങളോ താമസിക്കും നമുക്കൊന്ന് ഉറപ്പുണ്ടാവും. പക്ഷേ ആ താജുൽ ഉലമയുടെ അഫർ, നാവിൻ്റെ അഫർ, അത് എത്രത്തോളം, എന്താ നാവിന് അഫറും കിട്ടിയത്? അഫർ കിട്ടാനുള്ള കാരണം എന്തേ? അതേ അല്ലാഹുവിൻ്റെ ഇസ്മാകുന്ന 99 ഇസ്മ എല്ലാ നിലക്കും അതിൻ്റെ വദീഫ ആ ത്വരീഖത്ത് നേടിയതാണ്. അതിലൊരു അഫർ ഉണ്ടാവാനുള്ള ഒരു കാരണം 1,00,000 ഓരോ 99 ഇസ്മ 1,00,000 3 മാസം ഇരുന്ന് ചൊല്ലിയുണ്ടാക്കിയതാണ്. അങ്ങനെ അത്രക്കുമുണ്ട് ആ നാവിന് അഫർ വരാനുള്ള കാരണം. ഒന്ന് അതാണ്, 3 മാസം ഇരുന്ന് അസറിന്റെ മഗ്രിബിന്റെ ഇടയിൽ 99 ഇസ്മ, അതിൽ ഒരു ഇസ്മ 1,00,000 ചൊല്ലിയിട്ട് 99 ഇസ്മ 1,00,000 ചൊല്ലണം. ആർക്കെങ്കിലും നടക്കും? ഒരു ആകെ സമയം മഗ്രിബ് അസറിന്റെ എഴുത്തുണ്ട്, കയറിപ്പോയ 1.5 മണിക്കൂർ. ചില സമയങ്ങൾ അതുമില്ല. ഈ സമയത്തിൽ എത്ര ചൊല്ലണോ? 1,00,000. ഒരു ഇസ്മല്ല 99, അങ്ങനെ എത്ര ആയി? 99 ലക്ഷം. അങ്ങനെ ചൊല്ലിയുണ്ടാക്കിയ ഖാദിരി തരീഖത്ത്
അങ്ങനെ 22 ത്വരീഖത്തിന്റെ ഉടമയാണ് ആര്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അങ്ങനെ ഇരിക്കെ ആ താജുൽ ഉലമ എന്ത് ചെയ്തു? ഈ രൂപങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അതാ താജുൽ ഉലമ വഫാത്താകുന്നതിന്റെ 3 മാസം മുമ്പ് താജുൽ ഉലമ ബാപ്പ പറഞ്ഞത് പോലെ താജുൽ ഉലമങ്ങളോട് പറയുകയാണ്, ദുന്യാവിൽ ഒരുപാട് നമ്മളൊക്കെ വിളിച്ചിട്ട്, അഥവാ ഞാനുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പങ്ങളുണ്ട്, വിളിച്ച് പറയുന്നു, മക്കളെ സൂക്ഷിക്കണം, ദുന്യാവിൽ ഇനി വരുന്ന എന്തെല്ലോ മുസീബത്ത് വരുന്ന കാണുന്നുണ്ട്, അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾക്ക് തഖ്വയുള്ള ജീവിതം ഉണ്ടാക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഹിമ്മത്തോടെ നിൽക്കണം, എല്ലാം നേരിടണം. മാത്രമല്ല നമ്മളെല്ലോ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ രൂപത്തിൽ ചെയ്യണം. ഒരു നിലക്കും ദുന്യാവിൽ പല മുസീബത്ത് വരുന്നുണ്ട്, അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്, മുസീബത്തൊക്കെ ഇറങ്ങുന്ന കാണുന്നുണ്ട്, അതിലൊന്നും പെട്ടുപോകരുത് എന്ന് താജുൽ ഉലമ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ശേഷം ആ വഫാത്തിന്റെ ശേഷമായ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഉമ്മയുടെ ഉമ്മായ ആ സ്ത്രീയും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ആ മഹദിയുടെ ജീവിതം അങ്ങനെ തന്നെ. ആ മഹദിയും പറഞ്ഞത് ആ രൂപം തന്നെയാണ്. മോനെ, നമ്മളെ ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്, കോയമ്മ, ഒരുപാട് കാര്യം വരുന്നുണ്ട് മോനെ, ഫ്രണ്ടിൽ ഒരുപാട് മുസീബത്ത് വരുന്നുണ്ട്, അതിലൊന്നും പെട്ടുപോകരുത്, നിങ്ങളൊക്കെ സൂക്ഷിക്കണേ മക്കളായ നമ്മളോടൊക്കെ ആ മഹദിയും പറഞ്ഞത്. ശേഷമാണ് ഉമ്മാമാൻ്റെ വഫാത്ത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴത്തേക്ക് അത് ആ കൊറോണ ഇടകൊണ്ട് വന്നു. ഏറ്റവും വലിയ മുസീബത്ത്, ജീവിതം തന്നെ മാറ്റിമറിച്ചു. അല്ലാഹുവിൻ്റെ ഇൽമത പൊതുവെ അതബോടുകൂടെ പോന്നതാ ഉയർത്തുകയാണ് അതിൻ്റെ തുടക്കം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ താജുൽ ഉലമയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും, അഥവാ ആര്? സ്വന്തം ഭാര്യൻ്റെ ഉമ്മയും. മാത്രമല്ല എൻ്റെ ഉമ്മ സ്വന്തം ഉമ്മാൻ്റെ അനുജത്തിൻ്റെ മോളാണ്, അഥവാ ഖുറത്തുസാദാത്തിൻ്റെ ഉമ്മാൻ്റെ അനുജത്തിയുടെ മകളാണ് എൻ്റെ ഉമ്മ. അപ്പോൾ അവരും പറഞ്ഞത് ഈ രൂപം തന്നെയാണ്. അങ്ങനെ അവരും വഫാത്തായി. ശേഷം അതാ ഇനി നമ്മളെ ഖുറത്തുസാദാത്തിനെ പറ്റി ഇവിടൊക്കെ പ്രതിപാദിച്ചതിന് ശേഷം ഇനി ഖുറത്തുസാദാത്തിനെ പറ്റി പറയാം. ആ ജീവിതം തുടങ്ങുന്നു, ഇവിടെ വന്ന് ജീവിതം തുടങ്ങുന്നു. എന്നാലോ ഞങ്ങൾക്കൊരു കുറവുമില്ല. ഞങ്ങളെ പഠിക്കുന്ന സമയത്ത് നമ്മക്കും വരുന്ന കഴിയുമ്പോഴത്തേക്ക് പറയും, ഇന്ന ജുസ് ഇത്ര ജുസ് പഠിക്കണം, ഇത്ര നിങ്ങൾ പഠിക്കണം. അന്ന് നമ്മളെ താമസം എട്ടിക്കുളമല്ല, വെള്ളൂരാണ്. ഇത്ര ജുസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓതണം, ഓതി കേൾപ്പിച്ച് തരണം. അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം ഉണ്ടായത്. നമുക്കിങ്ങനെ ഓദിക്കണം. ഉപ്പ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മദ്രസൻ്റെ രൂപം ഏതാണോ അതുപോലെ മഗ്രിബിൻ്റെ ശേഷം 5 മക്കളെ ഇരുത്തി ഒരാളിൽ ഇങ്ങനെ കേൾക്കും. എന്നിട്ട് തെറ്റുണ്ടൊക്കെ പറഞ്ഞുതരും, തിരുത്തി തരും, അടിക്കും, എല്ലാം ചെയ്തു തരും. തലോടേണ്ട സമയത്ത് തലോടും, അടിക്കേണ്ട സമയത്ത് അടിക്കും. അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നന്നായി തന്നെയാണ് ഇങ്ങനെ. അങ്ങനെ നന്നായി വന്നതാണ് ഞാൻ ഉള്ള പറയാലോ. ബാപ്പാൻ്റെ അടി കിട്ടിയിട്ട് തന്നെ അത് വേണം. ബാപ്പാൻ്റെ ചൂട് തട്ടണം, എന്നാലേ ഏത് വ്യക്തിയും പഠിക്കുള്ളൂ. ആ രൂപത്തിൽ പഠിച്ച് ഉഷാറായിട്ട്. മാത്രമല്ല ഉപ്പാപ്പാൻ്റെ അടുത്ത് വരെ നമ്മൾ എന്ത് ചെയ്ത് ഓദിപ്പിക്കും. ഉപ്പാപ്പ വന്നു കഴിഞ്ഞാൽ അൻആം സൂറത്ത് ഓതടോ, ഉപ്പാപ്പാൻ്റെ ശൈലിയുണ്ട്. എന്നൊരു രാവിലെ അൻആം സൂറത്ത് ഓതും. അതെന്തിനു വേണ്ടി? ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി. ഉപ്പാവ് പറയും, എടോ നിങ്ങളൊക്കെ അൻആം സൂറത്ത് നിലനിർത്തണേ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യമുണ്ടാവും, ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞ് അൻആം സൂറത്ത് നമ്മളെ കൊണ്ട് ഓദിപ്പിക്കും. മാത്രമല്ല അസറിൻ്റെ ശേഷം നമുക്കൊക്കെ രാവിലെയും മദ്രസ, രാത്രിയും മദ്രസ, പുറമേ പോരേറ്റ് ഖുർആൻ ഒന്നും കൂടി ഉഷാറാവണമെന്ന് പറഞ്ഞ ഉപ്പ നമുക്കെല്ലാം ട്യൂഷൻ വരെ വെപ്പിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ട്യൂഷന്? ഭൗതികത്തിൻ്റെ അല്ല, ഖുർആൻ മാത്രം 1.5 മണിക്കൂർ ഇരുന്ന് ഓതരി. അതന്നെ പണി. അമ്മ അനുഭവമാണ്, വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഓതി എന്നെ പഠിപ്പിച്ച ഉസ്താദ് അസീസ് ഉസ്താദ്. ആ ഉസ്താദിനോട് പോയി ചോദിക്കാതെ കാണാം. ആ ഉസ്താദിന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ താജുൽ ഉലമ ഉണ്ടെങ്കിൽ എന്താ മൊയിലാർ വന്ന് ആ മക്കളെ പഠിപ്പിച്ച ഉഷാർ തന്നെയല്ലേ, അന്നു ഇരിക്കട്ട് ഉസ്താദിന് ഇരുത്തും, നമ്മളെ കൊണ്ട് ഓദിപ്പിക്കും ചെയ്യും. ഇങ്ങനെയാണ് ഉസ്താദ് പഠിപ്പിച്ചത്, അങ്ങനെ തന്നെ. ശരി തന്നെയെന്നും പറയും. അതെന്തിനു വേണ്ടി? ആ ഉസ്താദിൻ്റെ ശരി എന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ ഉസ്താദിനെ കഴിത്താനല്ല, ഉസ്താദിനെ ധൈര്യം പകരാൻ വേണ്ടിയിട്ട്.
അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം നമ്മളെയും പഠിപ്പിച്ചത്. അങ്ങനെ ഖുറത്തു സാദാത്ത് എല്ലാ രൂപത്തിലും പഠിച്ചു. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ഏത് പിന്നെ ഉപ്പാന്റെ രോഗം അതിൽ ഒന്ന് ഉസ്താദ് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ഇ.കെ. ഉസ്താദിന്റെ വിഷയം. ഇ.കെ. ഉസ്താദിന്റെ സമ്മതപ്രകാരമാണ് പോകുന്നത്. ഇ.കെ. ഉസ്താദിന് അഥവാ ഉപ്പാപ്പ നേർച്ചയാക്കി ഉപ്പാന്റെ ആ രോഗം മാറാൻ വേണ്ടിയിട്ട് ബഗ്ദാദ് പോയാൽ മാറും. അങ്ങനെ ഉപ്പാപ്പാന്റെ കൂടെ തന്നെ കൂട്ടാൻ പോകുമ്പം സമ്മതെടുക്കണമല്ലോ. അഥവാ ശരിയായ ജീവിതം ശരിയായ ദർസ് പഠിക്കുന്ന മുതഅല്ലിമ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ പഠിപ്പിച്ചത് എന്ത് വിഷയമുണ്ടെങ്കിലും അവിടുത്തെ ഉസ്താദന്മാരോട് സമ്മതം എടുക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന സമയത്ത് മാത്രം അല്ല, പഠിച്ചതിന്റെ ശേഷം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ പ്രബോധന രംഗത്ത് ഇറങ്ങിക്കഴിയുന്ന സമയത്തും ആരെ സമ്മതം എടുക്കണം? ഉസ്താദിന്റെ സമ്മതം എടുക്കണം. എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു വേണം എന്ത് കാര്യം ചെയ്യേണ്ടി എന്ന്. ദർസ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായ നിങ്ങളോട് നമ്മളും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, തഅലീമിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ നിവർത്തി അത് ആ രൂപത്തിൽ നിങ്ങൾ കൊണ്ടു നടന്നാൽ എനക്കും നിങ്ങൾക്കും നല്ലത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഉപ്പയും നമ്മളോടും പറഞ്ഞത്, പഠിച്ച സമയത്ത് മോനെ ഉസ്താദിനോട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് തന്നെയാണ് അനട്ടിക്കൊളുത്തായാലും എവിടെയായാലും. ഇപ്പോൾ ഇവിടെ കൂറത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഉസ്താദിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉസ്താദിന്റെ സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് ഞാൻ അവിടെ എടുത്തത്. അത് പറയുന്നത് വലിയ സംഭവമാക്കി പറയുന്നതല്ല, നമുക്ക് ആ ജീവിത രീതി നമ്മളും കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ അതവും പൊരുത്തവും ഉണ്ടാകും എന്നുള്ളത്. ആദ്യം ഉമ്മാന്റെ പൊരുത്തെടുത്തു. ഉമ്മം പറയുന്നു ഉസ്താദിനോട് ചോദിച്ചോ. പിന്നെ കുമ്പോൾ തങ്ങൾ അങ്ങനെ ആ രൂപം വേറെ ഉണ്ട്, ആത്മീയ രൂപം വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ കാക്കി തന്നാര് അവനവന്റെ ഉസ്താദല്ലേ, ആ ഉസ്താദിനോട് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു തന്നെയാണ് അവിടെ എടുത്തത്. അതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അതാ നമ്മളങ്ങനെ തന്നെയാണ്. നമ്മൾ ദർസ് പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ബാപ്പ താഴെക്കോട് ഉസ്താദിൻ്റെ അടുത്തു പാപ്പാന്റെ സമ്മതം എടുത്ത്, എന്നിട്ട് താഴെക്കോട് ഉസ്താദിൻ്റെ അടുത്ത് നമ്മളെയും കൂട്ടി പോയി. എവിടെ? താഴെക്കോട്. അന്ന് ഉസ്താദ് ഇവിടെ ഇല്ല, താഴെക്കോട് വിശ്രമത്തിലാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഉസ്താദിൻ്റെ അഭിപ്രായം എന്താ? മൂപ്പര താഴെക്കോട് ഉസ്താദിനോട് ഓഹോ തങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ടോ? ആ രൂപമാണ് മൂപ്പര ശൈലി കേട്ടോ. അഥവാ വലിയ ആകാംക്ഷയോടെ ഇൽമ പഠിപ്പിക്കുന്നുണ്ടല്ലേ, അത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആശീർവദിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്തത്? ഉപ്പ പഠിപ്പിച്ചത്. അതുപോലെ ആയിരിക്കണം ശബ്ദം ശ്രവിക്കുന്ന ഏത് മുഅ്മിനീങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ അതേ ദർസ് അല്ലെങ്കിൽ ആദ്യം മദ്രസ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 6-ാം വയസ്സിൽ പഠിപ്പിക്കണം എന്ന ദീൻ്റെ നിയമം. ഇപ്പൊ ഭൗതികവാദികളെ നിയമം 4-ാം വയസ്സിലുണ്ട്. എവിടുന്ന് വന്ന് അല്ലാഹു ആലം ഇരിക്കട്ടെ. ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കാലത്ത് അല്ലെങ്കിൽ അവിടെയുള്ള സയ്യിദ് ഉണ്ടെങ്കിൽ സയ്യിദ്, അല്ലെങ്കിൽ നല്ല ആലിമുണ്ടെങ്കിൽ ആലിമ്, അല്ലെങ്കിൽ അവിടെയുള്ള ഏതാണോ ദർബാർ ഏതാണോ മസാറുള്ളത് അവിടെ പോയി ഓതി മന്ദിരിപ്പിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് വേണം ഇൽമ് പഠിപ്പിക്കാൻ. അതെന്തിനു വേണ്ടി? ഈ റൂഹാനികൾ അതുപോലെ ആത്മാവിന്റെ സയ്യിദന്മാരാണെങ്കിൽ, നല്ല മറവട്ട് അടക്കുന്ന സയ്യിദാണെങ്കിൽ, അല്ലെങ്കിൽ ആലിമാണെങ്കിൽ, ഔലിയാക്കന്മാർ ആനാണെങ്കിൽ അവരുടെ ആ ഒരു മർസിയത്ത് ആ ഒരു ബർക്കത്ത് ഈ കുട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനു വേണ്ടിയാണ് അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇൽമിൽ പുരോഗതി ഉണ്ടാവും. ഇൽമ പഠിക്കും, പക്ഷെ ആ കുട്ടിക്ക് നഫ് ഉണ്ടാവണ്ടേ, ഉപകാരപ്പെടണ്ടേ. ആ കുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടണ്ടേ, മാതാപിതാക്കൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടണ്ടേ. അതിനു വേണ്ടി അത് നിങ്ങൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ താജുൽ ഖുറത്തു സാദാത്തിന്റെ ഉയർച്ച വരികയാണ്. ആ ഉപ്പ പറഞ്ഞപ്പാണ് അങ്ങനെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഉപ്പ പറയുന്ന നേരം കാളിയൊന്നും വേണ്ട, പിന്നെ ഒരൊറ്റ എൻ്റെ ഉപ്പ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനെടുത്ത കാതിയെല്ലാം എടുത്തത് മോനെ, അല്ലെങ്കിൽ കാതിൻ്റെ പണിയാവുന്ന പണിയല്ല. ബാക്കി എന്ത് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞാൽ തീരും, കാതിൻ്റെ തീരോ ഇല്ല. കാതി മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാൽ 2 വിഭാഗം, ഒരു വിഭാഗത്തെ അങ്ങ് നിലനിർത്തും, ഒരു വിഭാഗത്തെ അവിടെ പിടിച്ചു നിർത്തും. ഏതാ വിഭാഗം? അതേ ഇവിടെ ഹുക്മ വിധിച്ച കാളി. ആ കാളിമാർ അവിടെ നിർത്തിയിട്ട് ചോദിക്കും എല്ലാ വിഷയങ്ങളും. ആ കാളിയുടെ അണ്ടറിലാകുന്ന ഏതൊക്കെ ഈ സുന്നി അഹ്ലുസുന്ന ജമാ നടത്താൻ വേണ്ടി ഉണ്ടാകുന്ന
അടങ്ങുന്ന സംഘടനയുണ്ടോ, അതേ പ്രസിഡന്റ് സെക്രട്ടറി അടങ്ങുന്ന ദീനീ ദഅവത്ത് നടത്താൻ വേണ്ടി ഉണ്ടാകുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, അങ്ങനെ അടങ്ങുന്ന ആ ദീനീ ദഅവത്ത് അടങ്ങുന്ന മഹല്ലത്തിന്റെ പ്രസിഡന്റ് ആവട്ടെ സെക്രട്ടറി ആവട്ടെ, അവരെയും ഇതുപോലെ നിർത്തും. അവരോടും ചോദിക്കപ്പെടും. സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയുമോ? അതേ, ഞാനും നിങ്ങളും ഇവിടെ ഓരോ സംഘടനയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറി തന്നെയാണ്. അതേ, അത് നമ്മൾ ഏറ്റെടുക്കുകയും വേണം, ദീന്റെ വളർച്ചക്ക് വേണം, ശരി തന്നെ. പക്ഷേ ഞാനും ഇന്നതിന്റെ സെക്രട്ടറിയാണ്, ഇന്നതിന്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് അതേ മേൽ ഘടകം ഘടകത്തിനോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ പ്രസിഡന്റായ എന്നോടെന്തെ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അതേ എന്ന് പറഞ്ഞിട്ട് തമ്മിലതാ ഫിത്നയാകുന്ന വാട്സപ്പിൽ പറയുന്നു, അല്ലെങ്കിൽ തമ്മിൽ ഗറാട്ടയുണ്ടാക്കുന്നു. അതേ, നിങ്ങൾ ഫിത്നയും ഫസാദും എല്ലാം ഗറാട്ടയെല്ലാം ഇവിടെ ഉണ്ടാക്കും. പക്ഷേ നാളെ ഇതുപോലൊരു ദിവസം എനക്കും നിങ്ങൾക്കും അവിടെ വരാനുണ്ട്. അവിടെ ഗറാട്ടക്ക് സമയമില്ല. ഇവിടെ ചെയ്തത് ശരിയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കോ അറിയുമില്ല. നമുക്ക് ശരി തോന്നിയതങ്ങ് ചെയ്തു. പക്ഷെ ചെയ്ത കാര്യം ദീനിൽ അധിഷ്ഠിതമാണോ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചില്ല. എന്നിട്ടതാ ആ മഹ്ശറിൽ ചെന്ന് ചോദിക്കുമ്പോൾ, മഹ്ശറിൽ നിന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ ഇവിടെ അഹങ്കരിച്ചു നടന്നില്ലേ? പ്രസിഡന്റായ എൻ്റെ അടുത്ത് തന്നെ ശരിവെന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിച്ചു നടന്നപ്പോ അല്ലാഹുവിൻ്റെ അടുക്കൽ അത് തെറ്റായി പോയി. അവരെ അതാ അല്ലാഹു ശിക്ഷിക്കുന്നു. അതേ, നരകമാകുന്ന ശിക്ഷയതാ അല്ലാഹു ആരാണോ അതിനെതിരെ ഗറാട്ട ഉണ്ടാക്കിയ വ്യക്തി ആരാണോ, ഫിത്ന പറഞ്ഞ വ്യക്തി ആരാണോ, ഫസാദ് ഉണ്ടാക്കിയ വ്യക്തിയാണോ ആരാണോ, ആ വ്യക്തിത്വ അതാ നരകമാകുന്ന ശിക്ഷ ആ വ്യക്തിക്ക് അനുഭവിപ്പിക്കപ്പെടുന്നു എന്ന് സാന്ദർഭികം ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. ആ രൂപത്തിലൊന്നും നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. സംഘടനാ പ്രവർത്തകർ ഉണ്ടായതുകൊണ്ട് പറഞ്ഞറിയിക്കുന്നു. മാത്രമല്ല മഹല്ല സെക്രട്ടറി പ്രസിഡന്റ് എന്ന രൂപമുണ്ടായതുകൊണ്ട് അതിനെയും ഞാൻ അറിയിക്കപ്പെടുന്നു. അങ്ങനെ ഖുറത്തു സാദാത്തിന്റെ ജീവിതം ഇങ്ങനെ നടക്കുമ്പോൾ അതേ നേരത്തെ പറഞ്ഞു, ഉസ്താദ് ഇ.കെ. ഉസ്താദിന്റെ പോയി ചോദിച്ചു, തങ്ങളെ എൻ്റെ മകനെ ഞാൻ ഉസ്താദെ ഞാൻ എൻ്റെ മകനെ ബഗ്ദാദ് കൊണ്ടുപോക്കായി എടുത്ത വായിക്ക് ചോദിച്ച ഇ.കെ. ഉസ്താദ് അല്ല നിങ്ങളെ ജ്യേഷ്ഠനുള്ള ഇരിക്കാൻ അഞ്ചനെ കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. ജ്യേഷ്ഠ ഉള്ള ഇരിക്കാൻ അഞ്ചനെ കൊണ്ടുപോകാൻ പറ്റുമോ? എടുത്ത വായിക്കാതെ വായിച്ചു. ഇല്ല ഉസ്താദെ, ഞാൻ നേർച്ചയാണ്, മൗനം സമ്മതം. നേർച്ചക്ക് പിന്നെ എന്തിനും അഫു ഉണ്ടല്ലോ. അഫു എന്ന് പറഞ്ഞാൽ നേർച്ചക്ക് അഫു ആ രൂപത്തിലല്ല, നേർച്ച വീടൽ നിർബന്ധമായതുകൊണ്ട്. ഏതുവരെ ഫിഖ്ഹിൽ കാണാം, ഏത് വിഷയത്തിലും. ഹജ്ജ് ഒരാൾക്ക് നേർച്ച ആയിനാ എന്നാ പിന്നെ പെട്ടെന്ന് ഓന് സമ്പത്ത് വേഗം തീരുമാനാക്കിയിട്ട് ഹജ്ജ് ചെയ്യാൻ പോണം. ഇനി വേറൊരു വ്യക്തിക്ക് നോമ്പ് നോക്കാൻ നേർച്ചയാക്കീനാ എന്നാ ഓന് പെട്ടെന്ന് നോമ്പെടുക്കാനുള്ള ആക്രാന്തം കാണിക്കണം. എന്തേ ഓൻ മരിച്ചു പോയാൽ ഇത് നാളെ പ്രശ്നം ഉണ്ടാക്കും. ഓനെ നീ ആക്രാന്തം കാണിച്ചു, പക്ഷേ അതിന് സമയം കിട്ടിയില്ല. അജലാവുമ്പോൾ പോയാൽ അതിന് അല്ലാഹു അഫ്വ ചെയ്യപ്പെടും. അതല്ല ഓന്റെ അലസത കൊണ്ട് മാറ്റിയാലോ അല്ലാഹു ശിക്ഷിക്കപ്പെടും. അതിന് ഏക കണ്ട അഭിപ്രായം ആരതുണ്ട്? ഫിഖ് ഇമാമിങ്ങളുടെ അടുത്തുണ്ട്. ഒരുപാട് ദർസ് പറയാനുള്ള സമയമല്ല, വലിയ ഉസ്താദന്മാരുണ്ട്, അവരൊക്കെ അത് പറയാം. ആ രൂപം അങ്ങനെ ഇ.കെ. ഉസ്താദ് സമ്മതം കൊടുത്തപ്പോൾ ഉപ്പ പോയി. എവിടത്തേക്ക്? ബഗ്ദാദിൽ പോയി. അങ്ങനെയാണ് ആ രോഗം ശിഫയായി വന്ന് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞതുപോലൊക്കെ ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ്. അങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടന്നത് ഹരമായി നേരത്തെ കൊണ്ട് നടന്നത് എന്താണ്? അതേ ഖുർആൻ ഷരീഫാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, റമദാൻ ശഅബാൻ 29 ബാപ്പയെ കാണുന്ന ആ ചെറിയ ഫോൺ ഉണ്ടല്ലോ, അത് ഓഫാക്കും.
അതേ എല്ലാ സ്ഥലത്തും ഖാദിയായതുകൊണ്ട് പെരുന്നായി ഉറപ്പിച്ചോ? അല്ല, റമദാനായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ചില സ്ഥലത്ത് നായിബുണ്ടായ നായിബിനെ അറിയിച്ചതിൻ്റെ ശേഷം ഫോൺ ഓഫാക്കുന്നു. നമ്മളൊക്കെ സുഖവിവരം അന്വേഷിക്കുന്നു. കൂറത്താണ് ഉണ്ടാവുക, സ്വാഭാവികം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കൂറത്ത് തന്നെ ഉണ്ടായത്. അവിടുന്ന് നമ്മളൊക്കെ വിളിച്ച് എല്ലാം അന്വേഷിച്ച് ആ മോനെ നാളെ റമദാനാണ് തുടങ്ങി. അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം പറഞ്ഞ് പിറ്റേന്ന് മുതൽ ആ ഫോൺ സ്വിച്ച് ഓഫായി. അതാ തുടങ്ങുന്നു ഖുർആൻ ശരീഫ് ഓതാൻ തുടങ്ങുന്നു. നമ്മളും വിളിക്കാറില്ല. നമ്മളും ഉപ്പയെ സമീപിക്കല്, ഉപ്പ ഇങ്ങോട്ട് വിളിക്കല്. അതേ ഒന്നിക്ക് അവിടുത്തെ ലാൻഡ് ഫോൺ എടുത്തിട്ട് 6 ളുഹറിൻ്റെ സമയം അല്ലെങ്കിൽ അസറിൻ്റെ സമയം അല്ലെങ്കിൽ മഗ്രിബിനോടനുബന്ധിക്കുന്ന ആ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വിളിച്ച് നമ്മുടെ വീട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞ് അവിടെ വെക്കും. എന്നിട്ട് ബാക്കി കാര്യം ചോദിക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മുഹറം, ശഅബാൻ, റമദാൻ 10 വരെ ഇവിടെ ഉണ്ടാകും കൂറത്ത്, അല്ലെങ്കിൽ 8-9 വരെ ഉണ്ടാകും. അതെ, ഒരു പരിപാടിക്കും വിളിച്ചാൽ റമദാനായാലും പിന്നെ പരിപാടിക്ക് വേണ്ടവല്ല, എല്ലാം ഒഴിവാക്കാം. പിന്നെ കുടുംബത്തിൽ ഒരു നീതി പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ വരും. അതുപോലെ ഭാര്യ വീട്ടിലൊന്ന് നോമ്പുരിക്കാൻ പോകും. പിന്നെ മകളെ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് ആ 3 മകളെടുത്തേക്കും എന്ത് ചെയ്യും, ഒരേപോലെ പോകും, നോമ്പുരിച്ചിട്ട് വരികയും ചെയ്യും. അതെന്തിനാ? നീതി പാലിക്കൽ നിർബന്ധമാണ്. അള്ള ചോദിക്കൂലേ? ഉപ്പ പറയലുണ്ട്, മൂത്ത മോളെടുത്ത് നിന്നെ കാണാൻ രണ്ടാമത്തെ മോളെടുത്ത്, അങ്ങനെയാണ് ആ കണക്ക്. അങ്ങനെ അങ്ങ് പോകും, നോമ്പ് മുറിച്ച് വരുത്താം. നമ്മളെയും കൂട്ടും നേരം നമ്മളൊക്കെ ഒഴിവുണ്ടെങ്കിൽ നമ്മളെയും ഉപ്പ വിളിക്കും. ഇല്ലെങ്കിൽ നമുക്കഥവാ ഇപ്പം ഉപ്പാപ്പാൻ്റെ ദർസ് ഇതിൻ്റെ മുമ്പ് അഥവാ വഫാത്തിൻ്റെ കുറച്ച് മുമ്പ് 1 വർഷം വെട്ടിക്കോലത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞുകൊണ്ട് ആ രൂപ ഞാനിങ്ങനെ കൊണ്ടടക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അങ്ങനെയൊക്കെ പോയിട്ടാണ് ഉപ്പാൻ്റെ ജീവിതം ഉണ്ടായത്. ആ രൂപത്തിൽ റമദാൻ അങ്ങനെ കൊണ്ടടക്കും. ശഅബാൻ, റമദാൻ ഇങ്ങനെ 29 കഴിയുന്ന സമയത്ത് അതെ അന്ന് രാത്രി മഗ്രിബോടുകൂടി ആ റമദാൻ 29 കഴിയുമ്പോൾ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഉപ്പ ഖുർആൻ ഇങ്ങനെ പൂട്ടുമ്പോൾ ഒരുപാട് കരിയുന്ന കാണാം. വെറുതെ പറയുന്നല്ല, എൻ്റെ ബാപ്പായത് പറയുന്നൊന്നല്ല. അവിടുന്ന് കരിയും. എന്നിട്ട് പറയും, ദ്വാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, റബ്ബേ അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഓതിയ ഖത്മക്ക് എൻ്റെ ഖബറിൽ അത് തണലായി തരണം, എൻ്റെ ഖബറിന് വേണ്ടി തരണം എന്ന് എന്നും ദ്വാ ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവമാണ് പറയുന്നത്. ഓരോ ഖത്മ് കഴിഞ്ഞപ്പോൾ അതിൽ ഈ മരിക്കുന്നതിൻ്റെ 3 മാസം മുമ്പായ റമദാനിൽ പൊതുവേ റമദാനിനെ എവിടെ ഇഷ്ടപ്പെടലില്ല, പോക്കില്ല. ആദ്യമായിട്ട് മുമ്പൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു മക്കത്ത് മദീനത്തും. അന്ന് മക്കത്ത് മദീനത്ത് പോയ സമയത്ത് എന്തായാലും ഉംറൻ്റെ സമയം ഒരുപാട് പോവല്ലോ. തവാഫ് സമയത്ത് ഖുർആനൊന്നും ഓതാൻ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ ഉപ്പ പറഞ്ഞ് ഇനി ആവൂല, റമദാൻ ഇവിടെ വന്നാൽ നമ്മൾ ഓത്ത് മടങ്ങും. ശരിക്കും പറയേണ്ടത് ഇവിടെ വന്നാൽ നമുക്ക് ഹൈറായ നിരക്ക്. പക്ഷെ എന്താ, ആ റമദാൻ്റെ വേണ്ട തഖ്വയാണ്, ഖുർആൻ ഓതലാണ്. അങ്ങനെ അത് ഒഴിവാക്കി പിന്നെ നീണ്ട കുറേ വർഷത്തിന് അഥവാ 2015-16 ശേഷം പിന്നെ 5-8 വർഷം ശേഷം മരിക്കുന്നതിൻ്റെ 3 മാസം മുമ്പ് ഇബ്രാഹിം ചക്ക അറിയാം, ലാസ്റ്റ് ഓരോരുത്താ പോയത്. മൂപ്പര വീട്ടിൽ നിന്നാണ് നമ്മളെ യാത്ര അയക്കുന്നത്. റമദാൻ 1 ആയിട്ടില്ല, 29 അവിടെ കാണുന്നതിന് മുമ്പ് നമ്മളെ പറഞ്ഞയച്ചു. എവിടത്തേക്ക്? മക്കത്തേക്ക്. മക്കത്ത് ഉപ്പ പറഞ്ഞു 1 ദിവസം മതി, ഉംറ ഒന്ന്, ബാക്കിയൊക്കെ മദീനത്ത് പോകാം. എന്തിനു വേണ്ടി അറിയോ? ഖുർആൻ ഓതണം. അതുതന്നെയാണ് ഉപ്പാൻ്റെ വാക്ക്, ഖുർആൻ ഓതണം. അതുകൊണ്ട് മോനെ നമുക്ക് അവർ മതി, അവിടെ 8 ദിവസം മതി. അവിടെ ബാക്കി നമുക്ക് ഒന്ന് ടിക്കറ്റ് റിട്ടേൺ എടുത്തോ, ആ ബാക്കി നമുക്ക് നാട്ടിൽ എന്തിനു വേണം? ഉപ്പാപ്പാൻ്റെ നേരം താജുലുമാ നോളജ് പാർക്ക് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് മോന് അത് ചെയ്യണ്ടേ, അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പോയിക്കള വാപ്പയുടെ നിന്നോ, പറ്റൂല, അത് നടക്കുന്ന കാര്യം, നമുക്ക് പോകാം, ഒന്നിച്ച് തന്നെ പോകാമെന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടി. എന്നേരം ഉണ്ടായ അനുഭവം പറയാ. അവിടുന്ന് ആ സമയത്ത് ആ മസ്ജിദുൻ നബവിയിൽ അതെ രാവിലെ ഖുർആൻ ഷരീഫ് നമ്മൾ ഓതി കഴിഞ്ഞിട്ട് 8-9-2 മണിക്കൂർ ഉറങ്ങി, രാത്രി ഉറങ്ങി. ഖുർആൻ രാവിലെ അത്തായം കഴിഞ്ഞ് ദലാൽ ഖൈറാത്തും അഅ്ലമ സ്വലാത്തും നൂറുൽ ഈമാനും അങ്ങനെ അടങ്ങുന്ന ഒരുപാട് സ്വലാത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപ്പ ചൊല്ലി, അതുപോലെ ഇസ്മ ഈ പറഞ്ഞ ജലാലത്തിന് ഇസ്മകളൊക്കെ ചൊല്ലി, ഖാദിരിയത്തിരിക്കുന്ന ഒരുപാട് ചെല്ലുന്നുണ്ട്. അതൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം കുറച്ച് 3 മണിക്കൂർ കിടക്കും, നമ്മവും കിടക്കും. അവർ 9:30-10 മണിയാകുമ്പോൾ നമ്മളെയും കൂട്ടും, നമ്മവും പോവും. ഞാനും എൻ്റെ അഞ്ചനും ഉണ്ട്, ഉമ്മയും ഉണ്ട്. അങ്ങനെ പോയി
എന്നിട്ടോ പറയും ഉമ്മാനോട് മഗ്‌രിബിൻ്റെ ശേഷം കാണാം, ഞാനും ഉപ്പയും അഞ്ചനും നമുക്ക് ഇൻഷാ അല്ലാഹ് മോനെ മഗ്‌രിബ് വരെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഇരുത്തം ഇരിക്കും. എൻ്റെ അനുഭവത്തിൽ അനക്കന്നെ ഞാനെന്നൊരു ഉപ്പാൻ്റെ കൂടെ ഇരുന്നിട്ട് 8-9 ജ്യൂസ് ഒറ്റ ഇരുത്തത്തിൽ ഓതിയിട്ടുള്ളൂ. അങ്ങനെ 8 ദിവസം ആകുമ്പോഴത്തേക്ക് അനക്കന്നെ 3 ഖത്മ് 4 ഖത്മായി. അപ്പോൾ ഉപ്പാനെ സംബന്ധിച്ച് ഡബിളാവും. കാരണം ഇത് ഓതി ശീലായില്ലേ. എൻ്റെ ഓതിയത് മഹത്വം അറിയിക്കുന്നല്ല കേട്ടോ. നമ്മൾ ഒരാളപ്പുറം കൂടിയാലുണ്ടാകുന്ന ആ ഫലം ഏത് രൂപത്തിൽ തരുന്നു? അല്ലാഹു തആല ജീവിതത്തിൽ അവർക്കും തരുകയാണ്. കാരണം അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫോണൊന്നും നോക്കണ്ടല്ലോ. നാട്ടിലായിട്ട് ഒരു ബന്ധുവില്ല, നമ്മൾ ഫോൺ റൂമിൽ വെച്ചിട്ട് പോകും. എന്നിട്ട് നമ്മൾ കൂടെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഉസ്മാൻ മറ്റുണ്ട്, ആ വ്യക്തിനോട് ചോദിച്ചാൽ കാണാം. ഒരു കാവൽക്കെട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായി, അവരോട് ചോദിച്ചാലും കാണാം ഉപ്പാൻ്റെ അന്നേരം ഉണ്ടായ രീതി. ആ സമയത്ത് ഇവിടെയുള്ള ആരും ഇല്ല, കർണാടകക്കാരിൽ നിന്ന് ആരും വന്നിട്ടില്ല. അവർ ഇതുപോലെ ആ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് 9-ാം നമ്പർ ഗേറ്റാണ് ഉപ്പാൻ്റെ സ്ഥിരം. അവിടെ ഇരുന്നിട്ട് നമ്മ ഇരിക്കും. അങ്ങനെ നമ്മ ഓതും കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ കൂടെ അന്നേരം ഉണ്ടാവല് കൽത്തർ ഉസ്താദാണ്. പൊതുവെ ഈ മദീനത്തൊക്കെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് കൽത്തർ ഉസ്താദ് ഉപ്പാനെ വിളിക്കുമ്പോൾ എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കൽത്തർ ഉസ്താദിൻ്റെ കൂടെ വരുത്ത്. അങ്ങനെ ആ മരിക്കുന്നതിൻ്റെ 3 മാസം മുമ്പ് അവിടുന്ന് മസ്ജിദ് നബവിന്ന് ഒരുപാട് ഖത്മ ചെയ്തിട്ടതാ നാട്ടിലേക്ക് വന്നു. എന്നിട്ടും ഇതുപോലെ സാധാരണ ഇപ്പം പറയുന്ന പോലെ ഇനിയും അടുത്ത വർഷം ഉണ്ടാകുമല്ലോ എന്ന് അറിയില്ല ബി. അതുകൊണ്ട് നേരെ നമ്മൾ മന്ത്രിക്കുന്ന ഈ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മും വെള്ളം വെച്ച് കൊടുക്കും. എന്തിനു വേണ്ടി? ഖുർആൻ ഓതിയ വെള്ളം മന്ത്രിച്ച വെള്ളം നമുക്ക് കിട്ടാൻ വേണ്ടി. മാത്രമല്ല നമ്മുടെ ഉമ്മ നേരം ചെയ്യൽ ആ മന്ത്രിച്ച വെള്ളാന്ന് നമുക്കൊക്കെ മഗ്‌രിബ് നോമ്പ് കുറിക്കാനുണ്ടാവും. ഉമ്മ ചെയ്യൽ അങ്ങനെ ആ മന്ത്രിച്ച വെള്ളം ചെയ്യും നോമ്പ് കുറിക്കാൻ. അഥവാ ഖുർആൻ മൊത്ത ഖത്മ ചെയ്യല്ലേ, ആ ഖത്മ ചെയ്ത വെള്ളം നമുക്ക് നോമ്പ് കുറിക്കാൻ വേണ്ടി തരും. അങ്ങനെ 30 ദിവസം കൊണ്ടടക്കും. 30-ാമത്തെ 28 അല്ലെങ്കിൽ 27 സമയത്ത് ഇങ്ങോട്ടേക്ക് വരും. അന്ന് ഉമ്മ ചെയ്യും. വലിയൊരു കാനും വെച്ചുകൊടുത്തിട്ട് ഉമ്മ പറയും, ഏതും ഇനി അടുത്ത വർഷം വരെ ആകണ്ടേ, ഞാനും നീങ്ങോ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടാ, അതുകൊണ്ട് ഇതൊരു നല്ലോണം ഊതണം എന്ന് പറയും. അങ്ങനെ വെള്ളം നമ്മളെ വീട്ടിൽ വെക്കുമ്പോൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് അത് വെക്കും. കാരണം എന്തേ ബാക്കിയുള്ള സമയത്ത് നമ്മളെ വീട്ടിൽ ഏതായാലും കിട്ടൂല. എന്തേ നാട്ടാർക്ക് വേണ്ടിയിട്ടാണ് ഉപ്പാൻ്റെ ജീവിതം. അന്നേരം ഉമ്മ എന്ത് ചെയ്യും? അതെല്ലാം നാട്ടാർക്കല്ല, ഇത് മക്കൾക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അങ്ങനെയാണ് ആ ലാസ്റ്റ് റമദാൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഉപ്പാൻ്റെ വഫാത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഏത് രൂപം? അബേ ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബന. അതേ ജീവിതത്തിലെന്നും ദിക്ർ സ്വലാത്ത് ഖുർആൻ ശരീഫ് ഓതുന്നു. എന്തിനു വേണ്ടി ഏതുപോലെ ഓതുന്നു? ദിക്റും സ്വലാത്തും നിത്യം ചെയ്ത ഖുശൂ സത്യം. അതേ ആ ഖുശൂ സത്യമാകുന്നു. യാ ഖുർആൻ ശരീഫ് എന്തിനു വേണ്ടി ഓതി? എന്തിനു വേണ്ടി ഓതുന്നു? അതേ എന്തിനു വേണ്ടി? അതാ മരിക്കാൻ വേണ്ടി. മരിക്കുമ്പോൾ ലഅനത്താകുന്ന ആ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് വിദൂരപ്പെടുത്താനും മാത്രമല്ല, അതേ ഈ വീടായാലും അതേ ഈ കെട്ടിടമായാലും ദുന്യവിയായിട്ടതാ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ഞങ്ങൾ ജനിക്കുമ്പോൾ അന്നിയും നിങ്ങളെ അതാ തിരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ എവിടത്തേക്ക്? ഖബറിലേക്ക് രജിസ്റ്റർ ചെയ്തില്ലേ? ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഔദ്യോഗികമായി ഒപ്പിട്ട് പോകണ്ടേ? ആ ഒപ്പിട്ട് പോയാൽ മാത്രം പോരാ. ഒപ്പിട്ട് പോയാൽ എല്ലാ ഫയലും പാസ്സായി. അങ്ങനെ ആരാണോ കളക്ടർ പാസ്സാക്കി, തഹസിൽദാർ പാസ്സാക്കി, അല്ലെങ്കിൽ വില്ലേജ് രജിസ്റ്റർ ഓഫീസർ പാസ്സാക്കിയിട്ടതാ നമുക്ക് ദുന്യവിയായി പത്രം തരുമ്പോൾ അതേ ആ ഖബറിൽ എനക്കും നിങ്ങൾക്കും വേണ്ടതുപോലെ രജിസ്റ്റർ ചെയ്ത് ഫതഹാകാൻ അതാ ദുന്യാവിൽ നിന്ന് ഒന്നോതുന്നു, ഖുർആൻ ശരീഫ് ഓതുന്നു. ഏതുവരെ? ഖുശൂഓടുകൂടി ഓതുന്നു. അതേ ദുന്യവിയായ ഖുശൂ ആണോ? എല്ലാ ഉഖ്റവിയായ ഖുശൂ ആണ്. എന്താ ദുന്യവിയായ ഖുശൂ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ? അതാ ദുന്യവിയായ ഖുശൂ അല്ലേ? ഫ്ലക്സ് കെട്ടി പറയ
പറയൽ ദുന്യവിയായ ഖുശൂഅല്ലേ? അതേ വാട്സപ്പിൽ കൂടെ അറിയിക്കൽ ദുന്യവിയായ ഖുശൂഅല്ലേ? ഇനി വീഡിയോ എടുത്ത് അറിയിക്കൽ ദുന്യവിയായ ഖുശൂഅല്ലേ? അത് മാത്രമല്ല പോരാ, പച്ചസാൾ ഇടൽ, അല്ലെങ്കിൽ നമ്മൾ തസ്ബീഹ് എടുത്തി ചെല്ലല്, ഇതൊക്കെ ദുന്യവിയായ ഖുശൂ ആണ്. എന്നാൽ ആ ദുന്യവിയായ ഖുശൂ ഒഴിവാക്കിയിട്ടതാ ഉഖ്റവിയായ ഖുശൂ അതേത് രൂപത്തിൽ അതേ സ്വന്തം തന്നെ ഖുർആൻ ശരീഫ് ഓതിയിട്ട് ആരെയും അറിയിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ജനങ്ങളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പബ്ലിക് വന്ന് ഓതലോ അല്ല, അതേ പള്ളിയുടെ അല്ലെങ്കിൽ വീടിന്റെ മൂലക്കിരുന്ന് ഓതുന്നു. അങ്ങനെ ദുന്യവിയായ ഖുശൂഅോട് ഓതിയപ്പോൾ അല്ലാഹു നൽകുന്നു അതേ സത്തായ ഈമാൻ. ആ സ്വത്തായ ഈമാൻ ഈ ഖുർആൻ ഓതുമ്പോൾ അതാ അല്ലാഹു തആല അവരുടെ ഖൽബ് എന്താകുന്നു? ഹദീസിലുള്ളതല്ലേ, ഖുർആൻ ഓതുമ്പോൾ ഖൽബിൽ ഉണ്ടാകുന്ന 5 രോഗം ഏതാണ്? ഫിത്ന, ഫസാദ്, ഹസദ്, കിബർ അടങ്ങുന്ന ആ രോഗം അതാ ഖുർആൻ ഓതുമ്പോൾ എടുത്തു കളയപ്പെടുന്നു. എന്നിട്ട് ആ ഖുർആൻ ഓതുമ്പോൾ ആ ഖൽബത തഖ്വയോടുള്ള ഖൽബാകുന്നു, അതേ ഖുശൂഅോടുള്ള ഖൽബാകുന്നു. എന്നിട്ടും അതാ പോരാ, ആ ഓതിയതെല്ലാം ഇസ്ലാമിന്റെ വിജയം ആർക്കാണ് ഉണ്ടായത്? ഇസ്ലാമിന്റെ വിജയം ഏത് മുഖേനയാണ് ഉണ്ടായത്? ബദരീങ്ങളെ മുഖേനയല്ലേ? ആ ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ഖുർആൻ ശരീഫ് ഓതുന്നു, ഓദിപ്പിക്കുന്നു. എന്നിട്ടതാ ഓതിയതിന്റെ റിസൾട്ട് കൊടുക്കുന്നു. ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതേ ആ വഫാത്തിന്റെ സമയത്ത് ദാഹമൗത്തത് ഇല്ല. അതേ സംസം വെള്ളം ചോദിച്ചു കൊടുക്കുന്നു, ഷാർക്കിന്റെ വെള്ളം കൊടുക്കുന്നു എൻ്റെ ഉമ്മ. എന്നിട്ടോ അതേ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കരുത്, ഹിമ്മത്തോടെ നിൽക്കണം. അതേ ഞാൻ എന്നെ കൊണ്ടുപോയിക്കോ, ഞാൻ പോക്കായി എന്ന് പറയുമ്പോൾ ഉമ്മ ചോദിക്കുന്നു, അതേ നിങ്ങൾ ഹോസ്പിറ്റലാക്കണമെന്ന് എൻ്റെ പെങ്ങൾ ചോദിക്കുമ്പോൾ വേണ്ട, ഇവിടെ നിങ്ങൾ ഓതിക്കോളൂ, ഖുർആൻ ശരീഫ് തുടങ്ങിക്കോ. അങ്ങനെ പെങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് പെങ്ങൾ ഓതുന്നു, ഒരു ഭാഗത്ത് നിന്ന് ഖുർആൻ ഓതുന്നു. എന്നിട്ട് പറയുന്നു ഹിമ്മത്തോടെ നിൽക്കണം. അതേ ദുന്യാവിൽ പലതും വരും, നിങ്ങളതിലൊന്നും ഇതുപെടരുത്, ഹിമ്മത്തോടെ നിൽക്കണം. അതേ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റെടുക്കണം, കാര്യങ്ങൾ ചെയ്യണം, ഞാൻ നിയന്ത്രിക്കുമെന്നെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു ഹൗസുല്ലം തങ്ങളെടുത്ത്. ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്, ഡോറ് തുറന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നു വാപ്പയോട്, പെങ്ങന്മാർ ചോദിക്കുന്നു വാപ്പ കടക്കണോ? അതേ എനിക്ക് കടക്കണം എന്ന് ക്ഷീണയോനവസ്ഥ വരുമ്പോൾ അതാ അവിടെ കടക്കുന്നു. എന്നിട്ടതാ നേരത്തെ ഉസ്താദിന് ഞാൻ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് അതാ ലോകത്തോട് വിട പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതേ ഖബറിലേക്ക് വേണ്ടിയിട്ട് ആഖിബത്തിന്റെ സമയത്ത് ഈ ജനത്താകുന്ന ശൈത്താന്റെ ശർറൊയിനിട്ടാൻ വേണ്ടിയിട്ടതോ ആ ഖുർആൻ ഓതുന്നു. മാത്രം പോരാ, അത് മനസ്സിലാക്കിയിട്ട് ഖുർആൻ പോരാതെ അവിടുന്നുള്ള സഹായം, അതേ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരെ സഹായം വേണ്ടതല്ലേ? അതാ ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ഓതിയപ്പോൾ അതാ ഈ രൂപമൊന്നുമില്ലാതെ, ഈ ദാഹൊന്നുമില്ലാതെ, ശൈത്താന്റെ ചൊറൊന്നുമില്ലാതെ അതാ നല്ല രൂപത്തിൽ ചെല്ലി മരിച്ചില്ലേ, വഫാത്തായില്ലേ. അങ്ങനെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതേ
ഞാനും നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി ആ കൈ തയമ്പ് കെട്ടി എന്ന് പറഞ്ഞല്ലോ. ഞാനും നിങ്ങളും ഫിത്നയാ അനക്കുമുണ്ട്, സോഷ്യൽ മീഡിയ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ദീനിന് വേണ്ടി ഉപയോഗിക്കാം. പകരം ഒരു ഉസ്താദിനെ ഖാദിയോ അല്ലെങ്കിൽ തങ്ങളെയോ ഫിത്ന പറയാനാകരുത്, ഒരു മഹല്ലത്തിനെ ഫിത്ന പറയാനാകരുത്. അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞതിന്റെ ശേഷം ഏതെങ്കിലും ബിദ്അത്തുകാർ ഇനി ഈ പറഞ്ഞതിനെ ബിദ്അത്തുകാർ വളച്ചൊടിച്ചുണ്ടാക്കും. എന്നിട്ട് അവർക്കെതിരെ നമ്മൾ കുതിര പറയാം. ബിദ്അത്തുകാർ ഏതായാലും പയച്ചു പോയി, ഇനി ഞങ്ങളും പയക്കണോ? വേണ്ട. നമ്മൾ അതിനെതിരെ മറുപടി പറയാനും നിങ്ങൾ പോകാനും നിൽക്കണ്ട. അവരവർ പറഞ്ഞോട്ടെ. പറഞ്ഞിട്ട് എന്തായി? അവര് പറയുന്ന തന്നെ നമുക്ക് ഉറപ്പാ പയച്ചിട്ടാ പറയുന്നത്. പിന്നെ പറയാൻ വേണ്ടി നിങ്ങൾ പോണോ? ഞാനും പോണോ? വേണ്ട. അതിങ്ങനെ കുരക്കുന്ന കൂടെ ആരും കുരക്കുന്ന നായിൻ്റെ കൂടെ ആരും കുരക്കലുണ്ടാ? ഇല്ലല്ലോ. അത് കുരച്ചുകൊണ്ടേയിരിക്കും എന്നതുപോലെ നമുക്ക് അവിടെ എന്താ? മൗനം ആണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ ആ വാട്സപ്പിൽ ഒത്തുന്ന സമയത്ത് ഞങ്ങളെ ബാപ്പാൻ്റെ വാട്സപ്പ് ഖുർആൻ ഷരീഫാണ്. ഖുർആൻ ഓതലന്നെ ഇങ്ങനെ കൈവച്ചിട്ടാണ്. നമ്മളും അങ്ങനെ തന്നെ പഠിപ്പിച്ച് ഉപ്പാപ്പാൻ്റെ ഓത്തും അങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ടാണ്. അത് എന്തിനാണെന്നറിയോ? സുന്നത്തുണ്ട്, ഇത്തിബാണ്. എന്താ കാരണം? ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കൈയും ഖുർആൻ തട്ടിയ കൈയാണ്. അതുകൊണ്ട് നാളെ അതും നമുക്ക് സാക്ഷിയാകും എന്നതിൽ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ആ ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ ആകത്തുക എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്സപ്പ് ഒത്തുന്ന കാലത്ത് ഇവിടെ ഖുർആൻ ഒത്തുകയാണ്, ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അല്ലാഹു തആല അതുപോലെ അനക്കും നിങ്ങൾക്കും ക്യാമം വരുന്ന മക്കൾക്കും എൻ്റെ അനുജൻ ജ്യേഷ്ഠാഞ്ചൻ പെങ്ങന്മാർ കുടുംബക്കാർ പേരമക്കൾക്കും അതുപോലെ ഖുർആൻ ശരീഫ് ഓതാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ആ ബാപ്പാൻ്റെ മദദ് എല്ലാവർക്കും അല്ലാഹു തരുമാറാവട്ടെ. ആ ബാപ്പാൻ്റെ മദദ് എന്തിനു വേണ്ടി ഇവിടെ നടത്തി? ഏറ്റവും വലിയ സ്മരണ അനുസ്മരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അബേ ആ ജീവിത രീതി ഇവിടെ ഞങ്ങൾ പറഞ്ഞു, വഫാത്തൊക്കെ പറഞ്ഞു. ആ ജീവിത രീതി സ്വന്തം പകർപ്പാക്കുമ്പോൾ ഉണ്ടാവുകയാണ് സ്മരിക്കല്. എങ്ങനെ ഈ വ്യക്തി നാളെ പിറ്റേന്ന് ഉഷാറായി, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ അതെ ആ വ്യക്തി ഇന്ന തങ്ങൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഈ കുട്ടി ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന തങ്ങൾ നേരത്തെ പറഞ്ഞ് കാണിച്ചെന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആ പറച്ചനും സ്മരണയായി, ചെയ്യുന്നതും സ്മരണയായി. അതാണ് ഏറ്റവും വലിയ അനുസ്മരണ. അതുകൊണ്ട് തന്നെ നമ്മളെ ബാപ്പ ഏത് രൂപത്തിലാണോ ഇവിടെ ജീവിച്ചത് അതുപോലെ അനക്കും നിങ്ങൾക്കും അല്ലാഹു ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. جددوا إيمانكم ونوّروا قلوبكم وألسنتكم بقول لا إله إلا الله 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 بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. റഹ്മാനായ റബ്ബേ, രാജസയ്യിദായ റഹ്മാനെ, നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളുടെ പേരിലാണ് സ്വലാത്ത് ചൊല്ലിയത്. അതുപോലെ തഹ്ലീൽ ചൊല്ലി. റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ഖായിബാക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ ഓതിയതിന്റെ മിഥല സവാബ് ഈ മാസത്തിൽ മരിക്കപ്പെട്ട, ഈ മാസത്തിൽ മരിച്ചുപോയ മുഴുവൻ അഹ്ലു ബൈത്തിന്റെ ഹളറത്തിലേക്കും ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് അതേ ഈ മജ്‌ലിസ് ഉണ്ടാക്കാനും കാരണക്കാരനായ അതേ എൻ്റെ ബാപ്പയായ ഖുർറത്തുസ് സാദാത്ത്, അവിടുത്തെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പോരാ, ഈ ഓതിയതിന്റെ മിഥല സവാബിന്റെ ബർക്കത്ത് കൊണ്ടും അവിടുത്തെ മദദിന്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഇവിടെ ബാപ്പാന്റെ പേരിൽ ഇവിടെ സംഗമിപ്പിച്ചു, അൽഹംദുലില്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ആ ബാപ്പാന്റെ പേരിൽ ഇവിടെ തഹ്ലീൽ ഖത്മ ചൊല്ലിയ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ. റബ്ബേ, അവരെന്ത് ഉദ്ദേശം വെച്ചുവാണ് ഓതിയത്, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ ഓരോരുത്തന്റെ പേര്, വീട്, നാടെല്ലാം നിനക്കറിയാം. അവരെയും ഞങ്ങളുടെയും ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ, നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ, നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ, നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ തന്നെ ജോലിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത്. റബ്ബേ, നീ ഖൈറായ ജോലി ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ. മാത്രമല്ല, ജോലിയാർത്ഥം ഗൾഫ് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട്, നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാനെ. ജോലിയിൽ തന്നെ പല തടസ്സങ്ങളുള്ളവരുണ്ട്, എല്ലോ നൽകും നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നവരുണ്ട്, നീ ഫതഹ് നൽകണം റഹ്മാനെ. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, നീ ഫതഹ് നൽകണം റഹ്മാനെ. ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ സംഘടനക്കാർക്കും, അതുപോലെ ഇതിന് മുമ്പന്തിൽ നിന്ന ബ്രൈറ്റ് ഇബ്രാഹിം ചവറങ്ങൾ സ്റ്റൈൽ പാർക്ക്, റബ്ബേ, വ്യക്തിത്വത്തിന്റെ പേര് പറഞ്ഞ് അത് അവരെ അറിയിക്കുന്നില്ല, അവരെ കൂലി അറിയിക്കാറുന്നതല്ല. പക്ഷേ ഞങ്ങൾ ഉപ്പാറുള്ള അങ്ങേയറ്റം മുഹിബ്ബീങ്ങളാണ്, അതുകൊണ്ട് മാത്രമാണ് റബ്ബേ അവരെ പേര് പറഞ്ഞത്. മാത്രമല്ല, ഈ നാട്ടുകാരന് താജുൽമന്റെ അങ്ങേയറ്റം മുഹിബ്ബായ അതേ ഇവിടെ പരിപാടിക്ക് വരാൻ പറ്റാതെ ശാരീരികമായി മാനസികമായി വല്ല തളർച്ച ഉണ്ടായ സിംഗാരാജിയാർ റബ്ബേ, അവർക്കും നീ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ കൊടുക്കണം റഹ്മാനെ. അവർ ചെയ്യുന്ന കച്ചവടത്തിലും ബിസിനസ്സിലും, അതുപോലെ ഇവിടെ പേര് പറയാത്ത ആരൊക്കെയുണ്ടോ ഈ മജ്‌ലിസുള്ള ഓരോരുത്തരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഓരോരുത്തരുടെയും ചെയ്യുന്ന കച്ചവടത്തിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, നിഅമത്ത് ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ തന്നെ മാരകമായി രോഗം പിടിവിട്ട് കടക്കുന്നവരുണ്ട്, അതുപോലെ ഞങ്ങളോട് മാരകമായ രോഗം പിടിവിട്ട് കടന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് റബ്ബേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സമയത്തിന്റെ ഈ രാവിന്റെ ഈ സമയത്തിന്റെ ഈ ദിവസത്തിന്റെ ഫള് കൊണ്ട് ശിഫ കൊടുക്കണം റഹ്മാനെ, ശിഫ കൊടുക്കണം റഹ്മാനെ, ശിഫ കൊടുക്കണം റഹ്മാനെ. അല്ലെങ്കിൽ അവരെ ഈമാൻ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ,
നിന്റെ മാരകമായ രോഗം തന്ന് ആർക്കും വേണ്ടാതെ അതേ വലിച്ചെറിയുന്നൊരവസ്ഥ നീയാക്കല്ല റഹ്മാനെ. അതേ കയ്യാട്ടി യാചിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ഓരോരുക്കും നീ നൽകല്ല റഹ്മാനെ. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പട്ടിണിരുന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളിൽ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ ഉമ്മ പങ്ങന്മാരെയോ ജ്യേഷ്ഠനഞ്ചന്മാരെയോ ഈ മജ്‌ലിസില്ലവരെയോ ഉസ്താദന്മാരെ ആലിമീങ്ങളെയോ മുതഅല്ലിമീങ്ങളെയോ ലോകത്തുള്ള ഒരു മുഅ്മിനെ മുഅ്മിനാത്തുകളെയും നീ ആ നിലക്ക് നീയാക്കല്ല റഹ്മാനെ. നീയാക്കല്ല റഹ്മാനെ. നീയാക്കല്ല റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ബാപ്പാന്റെ വിയോഗം നഷ്ടം തന്നെയാണ്. അത് പകരം വെക്കാൻ ഞങ്ങൾക്കാകൂല. എന്നിരുന്നാലും റബ്ബേ, അവിടെ അങ്ങേറ്റം ഇഷ്ക് വെക്കുന്ന മുഹിബ് എന്ന അടിസ്ഥാനത്തിൽ ഔലിയാക്കന്മാർ ആലിമീങ്ങളെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന എന്ന അടിസ്ഥാനത്തിൽ റബ്ബേ, നഷ്ടമുണ്ടെങ്കിലും അവിടുത്തെ മദദ് നസ്ർ നളർ ഞങ്ങളുടെ ഓരോ ഹറക്കാത്തിലും സക്കനാത്തിലും നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. റബ്ബേ, ദിവസവും നിത്യേന ഒരുപാട് പരിപാടിയുണ്ട്. അവിടെയെല്ലാം അതേ ജനങ്ങൾക്ക് താങ്ങും തണലുമായി ദുആ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിത്വം ഇനി ഞങ്ങൾക്കില്ല റഹ്മാനെ. ആ ദുആ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം കൊണ്ട് അന്നേര സമയത്ത് ഞങ്ങളെല്ലാം ആമീൻ പറഞ്ഞതിൻ്റെ ഫലം കൊണ്ട് റബ്ബേ, ഖിയാമം വരെ വരുന്ന മക്കൾക്ക് അവിടുത്തെ മദദുൻ നസ്റുൻ നളറും നീ നൽകണം റഹ്മാനെ. കാവലുണ്ടാകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ കാലഘട്ടം അതേ ശൈത്വാൻ വിജയിച്ച കാലഘട്ടം, ഞങ്ങൾ പരാജയപ്പെട്ട കാലഘട്ടം, എന്തൊരു കാലഘട്ടമാണ് റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. അതേ ഞങ്ങൾക്കൊരു ശൈഖായി കൊണ്ടടന്നു. അതേ ഞങ്ങളെ സയ്യിദായ അഹ്ലു ബൈത്ത് അങ്ങേറ്റ ഞങ്ങൾ കൊണ്ടടന്നു. ആ വ്യക്തിയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി, എൻ്റെ ബാപ്പയും മരിച്ചുപോയി റബ്ബേ. ഇനി ആരുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവിടുന്ന് ഞങ്ങളോടെന്നും പറഞ്ഞിട്ടുണ്ട്, എന്ത് വിഷയമുണ്ടെങ്കിൽ ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ ബദരീങ്ങളെ തവസ്സുൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അതുപോലെ ദർസ് നീ ഖിയാമം വരെ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ആ ദർസിന് വേണ്ടി ഞങ്ങളെ ബാപ്പാന്റെയും പാപ്പാന്റെയും എല്ലാം അടങ്ങുന്ന അതുപോലെ ഈ സ്ഥലത്ത് ഈ നാട്ടിൽ മഹല്ലത്തിൽ അതുപോലെ തൊട്ട് കിടക്കുന്ന മഹല്ലത്ത് ലോകത്ത് എവിടെയൊക്കെ എൻ്റെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച് നടക്കുന്ന മുതഅല്ലിമീങ്ങളെ ദർസ് എവിടൊക്കെയുണ്ടോ നീ ഖിയാമം നാൾ വരെ നീ നിലനിർത്തി തരണം റഹ്മാനെ. അതിനു വേണ്ടി ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ സഹായിക്കുന്നുവോ അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവരെ നീ ഖായിബാക്കല്ല റഹ്മാനെ. റബ്ബേ, നീ തന്ന സമ്പത്ത് നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. തന്ന സമ്പത്ത് കൂന് കൂട്ടി വെച്ച് അതേ നാളെ ഞങ്ങൾക്കെതിരെ അത് പ്രതിപാദിക്കുന്നൊരവസ്ഥ നീയാക്കല്ല റഹ്മാനെ. നീയാക്കല്ല റഹ്മാനെ. നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, ജാരിയായ സ്വതക്കയാകുന്ന ഞങ്ങളെ മക്കള് അതേ ഞങ്ങളെ മക്കള് ഖിയാമം വരുന്ന വരെ മക്കളെ മക്കള് ദീനിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. ദീനിലായി ദീനിലായി മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഫിത്നക്കാരെ ഫിത്നയെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഹസീദീങ്ങളെ ഹസദിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കണ്ണന്മാരെ കണ്ണനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കൊള്ളക്കാരെ കൊള്ളയെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സിഹറന്മാരെ സിഹറിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സിഹർ ആര് ചെയ്തുവോ അവരിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. റഹ്മാൻ
റഹ്മാനെ റബ്ബെ സിഹർ ആര് ചെയ്തുവോ അവരിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. സിഹർ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് കോളേജ് യതീഖാന നീ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് പള്ളി ദർസ് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ല് നീ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് കച്ചവടം ബിസിനസ് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജ്യേഷ്ഠന്മാരുള്ള ബന്ധങ്ങൾ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ ആര് ചെയ്തുവോ അവരിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. സിഹർ ചെയ്ത് നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ബാത്തിലാകുന്ന കാര്യമല്ല. ഞങ്ങൾ ഓന്ന ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് ദിക്ർ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ മഈശത്തായാലും അതുപോലെ ദീനി ദഅവത്തായാലും നിന്റെ മഹ്ദായ ഫദ്ൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, അതുപോലെ മഈശത്ത് നടത്തുന്നത്, അതുപോലെ തന്നെ ദീനി ദഅവത്ത് ചെയ്യുന്നത്. ഉദ്ദേശമെന്ന് നീ എത്തിക്കണം റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകൾ സ്വർഗ്ഗത്തോട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഇവിടെ കൊടുത്ത തബറുക്ക് ആര് ഭക്ഷിക്കുന്നു അവർക്ക് നീ ഖൈറായ സന്താനങ്ങൾ നീ നൽകണം റഹ്മാനെ. ഖൈറായ സന്താനങ്ങൾ നീ നൽകണം റഹ്മാനെ. വാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അത് എന്തുദ്ദേശം വെച്ചവർ കഴിക്കുന്നുവോ ആ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ മരിക്കുന്നത് വരെ നിന്റെ ദീനി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന റൗദ ശരീഫിൽ പോയി സലാം പറയാൻ ഈ മജ്ലിസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും അതേ ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ ജ്യേഷ്ഠൻ പെങ്ങന്മാർ കുടുംബക്കാർ അളിയന്മാർ അവർക്കും നീ പല മറാത്ത് മഖബൂലും മബ്റൂറും ഹജ്ജ് ഉംറ ചെയ്യാനും പല മറാത്ത് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഹബീബ് ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബ് ഇസ്കുവെക്കുന്ന കൂടുതൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ മരിച്ചുപോയുടെ ഖബർ ഞങ്ങളെ ഖബറും നീ റാത്തൊരു സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും വിശാലത നൽകണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെന്ന് ഖബറും നീ തീയാലും പുകയാലും നീ ആക്കല്ല റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ വിശാലത നൽകണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ കുടുസാക്കല്ല റഹ്മാനെ. ഖബറിലെ ചോദ്യം ഉത്തരം പറയാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ദുന്യാവിലെല്ലാവരുടെ സഹായം ഉണ്ടാകും. ഖബറിൽ നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഓതിയ ഖുർആന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കില്ല റബ്ബേ. എല്ലാ സഹായം ഖബറിലും മഹ്ശറിലും നീ നൽകണം റഹ്മാനെ. ഖബർ വിജയിച്ചാൽ മഹ്ശർ വിജയിച്ചു, ഖബർ പരാജയപ്പെട്ടാൽ മഹ്ശറും പരാജയപ്പെട്ടു എന്നാണ് റബ്ബേ നിന്റെ ഹദീസ് ഉള്ളത്. റബ്ബേ ഖബർ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അതോടുകൂടെ മഹ്ശറും വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അതേ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിന്റെ തണൽ വിട്ട് വരുന്ന കൂട്ടറുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കൈയിൽ കൗസർ വെള്ളം കുടിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കിതാബ് വലങ്കയിൽ തരണം റഹ്മാനെ. ഇടം കയ്യിൽ നീ തല്ല റഹ്മാനെ. ഇടതിൽ വല്ലത് എഴുതപ്പെട്ട് നീ മായ്ച്ചു കളയണം റഹ്മാനെ. നമ്മളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. നമ്മളെ ഖൽബ് തഖ്വ ഉള്ള ഖൽബാക്കണം റഹ്മാനെ. നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ മജ്ലിസിൽ കൂടിയവരുടെ എല്ലാ ഭാര്യമാരും അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ഉമ്മവങ്ങന്മാരുടെയും വാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അവര് വാഹിറും ബാത്തിനുമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. പറയാൻ പറ്റാത്ത രോഗം ഉമ്മവങ്ങന്മാർക്കുണ്ടാകും, അതും നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. അതേ മക്കളില്ലാത്തവർക്ക് ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. റബ്ബേ തലാഖ് ചൊല്ലിയ സ്ത്രീകളുണ്ടാവും, ഖുൽഉ ചൊല്ലിയ ഫസ്ഖ് ചൊല്ലിയ സ്ത്രീകൾ, അതുപോലെ കല്യാണമാവാത്ത സ്ത്രീകൾ റബ്ബേ അവർക്കെല്ലാം നീ എല്ലാ നിലക്കുള്ള ഓരോ ആസ്പദമാക്കിയിട്ടുള്ള ഭർത്താക്കന്മാരെ നീ നൽകണം റഹ്മാനെ. ഇതുപോലെ ഭർത്താക്കന്മാരുമുണ്ട്, അവർക്കും നീ ഖൈറായ സ്ത്രീകൾ നൽകണം റഹ്മാനെ. പോരാ ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. പോരാ ദീൻ ഉപകരിക്കുന്ന മക്കളായി കൊടുക്കണം റഹ്മാനെ. പോരാ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ. റബ്ബേ ഈ ഒരുമിച്ച് കൂടിയതല്ല നിന്റെ പൊരുത്തപ്പെട്ട അമലാക്കി മാറ്റണം റഹ്മാനെ. നിന്റെ റിളയിലാക്കി തരണം റഹ്മാനെ. അതേ ലോകമാന്യത്തിനോ ഇവിടെ നേരത്തെ ഒരുപാട് പറഞ്ഞു പേരുകളെല്ലാം പറഞ്ഞപ്പോൾ അത് ലോകമാന്യത്തിനായിട്ടോ അല്ലെങ്കിൽ ആ പറയലോടുണ്ടാകുന്നതിന്റെ മിഥര സവാബ് എടുത്ത് കളിയുന്നൊരവസ്ഥ നീ ആ കല്ല റഹ്മാനെ. അതേ ഫലമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസല്ലേ എന്നതുകൊണ്ട് മാത്രമാണ് റബ്ബേ ഇവരെ പറഞ്ഞറിയിച്ചത്. അതുകൊണ്ട് റബ്ബേ ആ പറഞ്ഞറിയിക്കലോടുകൂടി
കൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന മിഥര സവാബ്, ഞങ്ങൾക്കുണ്ടാകുന്ന സ്വീകാര്യത നീ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ബാപ്പ വിട വാങ്ങി ശരി തന്നെയാണ് റബ്ബേ. ഞങ്ങളെ കുടുംബത്തിന് നീ ഫത്ഹ് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ റബ്ബേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ തണല് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അവിടുത്തെ പൊരുത്തവും നീ നൽകണം റഹ്മാനെ. റബ്ബേ, പങ്ങന്മാരായ മക്കളുണ്ട്, അളിയന്മാരുണ്ട്, പേരമക്കളുണ്ട് റബ്ബേ. എല്ലാ പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഒരു അനുജനുണ്ട്, ഇൽമ പഠിക്കുന്നുണ്ട് റബ്ബേ. ഉഖ്റവിയ ആലിം, അവരെയും ഞങ്ങളെ നീ ആക്കണം റഹ്മാനെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനെ. ഹിമ്മത്തോടെ നേരിടാനുള്ള ആ തൗഫീഖ് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. ദീർഘായുസ്സുള്ള ആഫിയത്ത് ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർക്കും ജീവിച്ചിരിക്കുന്ന ആലിമിനും നീ നൽകണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അതേ, ഞങ്ങളെ ബാപ്പ ദുആ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്, ഞാനും കുറേ ആമയും പറഞ്ഞിട്ടുണ്ട്. അഹ്ലുകാലത്ത് വെച്ച് മരിക്കരുത്. അതേ, അഹ്ലുകാലത്ത് വെച്ചുള്ള മരണം മാത്രമല്ല, ഇബ്ലീസിന്റെ ശർറ് ഒഴിവായിക്കിട്ടരുത്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയുള്ള മരണം, അതെല്ലാം ബാപ്പയിലൂടെ ഒതുങ്ങിയിട്ടുണ്ട് റബ്ബേ. ആമീൻ പറഞ്ഞതിൻ്റെ ഫضല് കൊണ്ടെങ്കിലും ഞങ്ങൾക്കും നീ അതുപോലെ മരിപ്പിക്കണം റഹ്മാനെ. അതുപോലെ മരിപ്പിക്കണം റഹ്മാനെ. അഖിലകാലത്ത് വെച്ച് തന്നെ ആഖിബത്ത് നന്നായി, നല്ല സമയത്ത് നല്ല ദിവസത്തിൽ അതേ ഔലിയാക്കന്മാരുടെ എല്ലാം തർബിയത്തിന്, അവരെ ബദരീങ്ങളെല്ലാം സഹായത്തിന്, അതേ ഗൗദുല്ലങ്ങൾ അവരെല്ലാം സഹായത്തിന്, അതേ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ഹബീബിൻ്റെ വജ്ഹ് കണ്ട് മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി സജ്ജനങ്ങളോടുകൂടെ സ്വാലിഹീങ്ങളോടുകൂടെ നേരത്തെ പറയപ്പെട്ട ഉലമാകുന്ന സയ്യിദന്മാരോടുകൂടെ മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കൈമുശാവറത്ത് ചെയ്യാൻ വേണ്ടി ആരും